സോ ഇന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ബാക്കി മൊത്തം ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തുള്ള ക്ലാസ്സാണ്. പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇത് ഫുള്ള് ഫാക്ച്വലാണ്, നിങ്ങൾ തനിയെ പഠിക്കേണ്ടതാണ്. പിന്നെ എവിടെയൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞുതരാം. ഹൈ റിസ്ക് ഇൻഫൻറ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ ഇൻഫൻസിനെയാണ് നമ്മൾ ഹൈ റിസ്ക് എന്ന് പറയുന്നത്? ആദ്യമേ ബർത്ത് വെയിറ്റ് ലെസ് ദാൻ 2.5 കിലോഗ്രാം, ട്വിൻസ്, ബർത്ത് ഓർഡർ 5 ഓർ മോർ, അതായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. ചിലപ്പോൾ 3 ഓർ മോർ എന്നായിരിക്കും തരുന്നത്. ബർത്ത് ഓർഡർ 5 അതിൽ കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ ഹൈ റിസ്ക് എന്ന് പറയത്തുള്ളൂ. ആർട്ടിഫിഷ്യൽ ഫീഡിങ്ങിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, weight of less than 70% of the expected weight, failure to gain the weight during 3 successive months, children with protein energy malnutrition or diarrhea, working mother or one parent. അപ്പോൾ ഇത്രയും കുട്ടികൾ ഹൈ റിസ്ക് ഇൻഫൻസ് എന്നാണ് പറയുന്നത്. ബർത്ത് വെയിറ്റ് ലെസ് ദാൻ 2.5 കിലോഗ്രാം, ട്വിൻസ്, ബർത്ത് ഓർഡർ 5 ഓർ മോർ, ആർട്ടിഫിഷ്യൽ ഫീഡിംഗ്, വെയിറ്റ് ലെസ് ദാൻ 70% of expected weight, failure to gain weight during 3 successive months, then children with protein energy malnutrition അല്ലെ ഡയറിയ, വർക്കിംഗ് മദർ ഓർ വൺ പേരന്റ്. അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെയാണ് ഹൈ റിസ്ക് ഇൻഫൻറ്റ് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വെയിറ്റ് കുറവുള്ള കുഞ്ഞുങ്ങൾ, ട്വിൻസ്, ബർത്ത് ഓർഡർ 5 ഓർ മോർ, ആർട്ടിഫിഷ്യൽ ഫീഡിങ്, വെയിറ്റ് ഓഫ് ലെസ് ദാൻ 70% ഓഫ് എക്സ്പെക്റ്റഡ് വെയിറ്റ്, വെയിറ്റ് ഗെയിൻ 3 സക്സസീവ് മന്ത്സിൽ വെയിറ്റ് ഗെയിൻ ഇല്ലാതിരിക്കുക, ചിൽഡ്രൻ വിത്ത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഓർ ഡയറിയ, വർക്കിംഗ് മദർ അല്ലെ വൺ പേരന്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ. ഇനി ന്യൂട്രീഷനിൽ ഈ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ് ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. കേരള PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ് നമ്മൾ ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഹിഡൻ ഹങ്കർ ആണ്. ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഇത് മെയ്സിൽ മാത്രം ആലോചിച്ചിരിക്കുക. ബാക്കി രണ്ടും വിട്ടാലും കുഴപ്പമില്ല. മെയ്സിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? ലൈസീനും ട്രിപ്റ്റോഫാനും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് ഡിസീസസ് ഉണ്ടാവും, അത് ഇനി വരുന്നുണ്ട്. സോ മെയ്സിൽ 2 അമിനോ ആസിഡ്സ് ഡെഫിഷ്യൻ്റ് ആണ്, ലൈസീനും ട്രിപ്റ്റോഫാനും. ഓക്കെ, ദെൻ സീരിയൽസിൽ ലൈസിനും ത്രിയോണിനും, പൾസസിൽ സിസ്റ്റീനും മെത്തിയോണിനും. മെയ്സയിലും ആലോചിക്കുക. മെയ്സിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഇതൊക്കെ ലൈസിനും ട്രിപ്റ്റോഫാനും. ഇനി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയുടെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് കൺജങ്ക്റ്റീവൽ സീറോസിസ് ആണ്. കൺജങ്ക്റ്റീവയിലെ സീറോസിസ് ആണ് ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി? ഇറ്റ് ഈസ് കൺജങ്ക്റ്റീവൽ സിറോസിസ്. ആൻഡ് വാട്ട് ഈസ് ദ ഫസ്റ്റ് സിംറ്റം? ഇറ്റ് ഈസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇനി സ്റ്റേജിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. XN എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്, X1A എന്ന് പറയുന്നത് കൺജങ്ക്റ്റീവൽ സീറോസിസ്, X1B എന്ന് പറയുന്നത് ബൈറ്റോട്ട് സ്പോട്ട്. ബി എന്ന് ആലോചിക്കുക, അത് 1ന്റെ B ആണോ ആലോചിക്കുക. X1B ഈസ് ബൈറ്റോട്ട് സ്പോട്ട്, X2 ഈസ് corneal cirrhosis, X3A is corneal ulcer. കോർണിയൽ സിറോസിസ് ആണ്, ഡ്രൈയിങ് ഓഫ് കോർണിയ ആണ് X2. X3 വരുമ്പോഴത്തേക്കിനും അൾസറായി, കോർണിയൽ അൾസർ ലെസ് ദാൻ 1/3 ഓഫ് ദ കോർണിയൽ സർഫസ്. ആൻഡ് X3B കോർണിയൽ അൾസർ ഓഫ് ഗ്രേറ്റർ ദാൻ 1/3 ഓഫ് ദ കോർണിയ. XS എന്ന് പറയുന്ന സ്കാറിംഗ്, S ഫോർ സ്കാറിംഗ്, കോർണിയൽ സ്കാറിംഗ്. XF എന്ന് പറഞ്ഞ സീറോഫ്താൽമിക് ഫണ്ടസ്. ഓക്കെ, ഇനി അറിയാലോ 9 മന്ത്സിൽ 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ്, പിന്നെ ഓരോ 6 മന്ത്സും എവറി 6 മന്ത്സ് അപ് ടു 5 years 2 lakh ഇന്റർനാഷണൽ യൂണിറ്റ്. ഓക്കെ, ദെൻ നൈറ്റ് ബ്ലൈൻഡ്നെസ് പ്രിവലൻസ് ഗ്രേറ്റർ ദാൻ 1% ആണെങ്കിൽ അതൊരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ്. ബൈറ്റോട്ട് സ്പോട്ടിന്റെ പ്രിവലൻസ് ഗ്രേറ്റർ ദാൻ 0.5% ആണെങ്കിൽ അതൊരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ്. ഈ വാല്യൂസ് ഓർത്തിരിക്കണം. നൈറ്റ് ബ്ലൈൻഡ്നെസിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1%, ബൈറ്റോട്ട് സ്പോട്ടിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0.5% ആണെങ്കിൽ രണ്ടും നമ്മൾ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് എടുക്കും. ഇനി ഓരോ വൈറ്റമിൻ ഡെഫിഷ്യൻസീസും അതിൻ്റെ ഡിസീസസുമാണ്. B1ന്റെ വേറൊരു പേരാണ് തൈമിൻ. വൈറ്റമിൻ B1ന്റെ വേറൊരു നെയിമാണ് തൈമിൻ. എന്താ അത് ഉണ്ടാക്കുന്നത്? ബെറിബെറി. ബെറിബെറി 2 ടൈപ്പിലുണ്ട്, ഡ്രൈ ബെറിബെറി, വെറ്റ് ബെറിബെറി. ഡ്രൈ എന്ന് പറയുമ്പോൾ CNSനെ അഫക്റ്റ് ചെയ്യും, വെറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് ഉള്ളിടത്ത് എന്ന് വെച്ചാൽ സീരിയസ് സിംറ്റംസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഏതാണ്? വെറ്റ് ബെറിബെറി. ഇങ്ങനെ ആലോചിക്കുക, ഹാർട്ടിൽ ബ്ലഡ് ഉണ്ട്, അതൊരു ലിക്വിഡാണ്, വെറ്റ് ആവും. അപ്പോൾ വെറ്റ് ബെറിബെറി ഈസ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. പിന്നെ വെർണിക്സ് എൻകഫിലോപ്പതി ഉണ്ടാക്കും വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി. സോ എന്തൊക്കെയായിട്ടാണ് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്? ഗോവ എന്ന് ആലോചിക്കുക, ഗ്ലോബൽ കൺഫ്യൂഷൻ, ഒഫ്താൽമോപ്ലീജിയ ആൻഡ് അറ്റാക്സി ആയിട്ട് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യും. ദ റിസ്ക് ഫാക്ടേഴ്സ് ആർ ഓഫ് കോഴ്സ് പോളിഷ്ഡ് റൈസ് കഴിക്കുന്നവരിലാണ് കൂടുതലായിട്ടും. കാരണം തവിട് കളഞ്ഞ അരി കഴിക്കുമ്പോഴത്തേക്കിനും പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ് കഴിക്കുമ്പോഴത്തേക്കിനും തൈമിൻ ഡെഫിഷ്യൻസി വരും. അതുപോലെ ക്രോണിക് ആയിട്ടുള്ള ആൽക്കഹോളിക്സിലും തൈമിൻ ഡെഫിഷ്യൻസി വരും. B2 എന്ന് പറയുന്നത് റൈബോഫ്ലേവിൻ ആണ്, ആംഗുലാർ സ്റ്റൊമറ്റൈറ്റീസ് ഉണ്ടാക്കും. B3 എന്ന് പറയുമ്പോൾ നിയാസിൻ ആണ്, നിയാസിൻ കോസസ് പെലഗ്ര പ്രസന്റ് വിത്ത് 3 Ds. 3 Ds ഏതൊക്കെയാ? ഡയറിയ, ഡിമെൻഷ്യ, ഡെത്ത്. ഈ 3 Dsസുമായിട്ട് പെലഗ്ര പ്രസന്റ് ചെയ്യും. കാസൽസ് നെക്ലേസ് കാണപ്പെടുന്നത്
വൈറ്റമിൻ B3 നിയാസിൻ ഡെഫിഷ്യൻസിയിലാണ്. വാട്ട് ആർ ദ റിസ്ക് ഫാക്ടർ? മെയ്സ് ആൻഡ് ജോവർ ആർ ദ റിസ്ക് ഫാക്ടർ. മെയ്സിൽ എന്താ സംഭവിക്കുന്നത്? ഈ നിയാസിൻ ഉണ്ടാവാൻ ആര് വേണം? ട്രിപ്റ്റോഫാൻ വേണം. മെയ്സ് കഴിക്കുന്ന ആൾക്ക് ട്രിപ്റ്റോഫാൻ ഇല്ല, അതുകൊണ്ട് തന്നെ നിയാസിൻ ഉണ്ടാവത്തില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് പെലഗ്ര ഡെവലപ്പ് ചെയ്യും. സോ മെയ്സ് ഇസ് എ റിസ്ക് ഫാക്ടർ. B5 is pantothenic acid which causes burning food syndrome. Kerala PSC question. Okay, burning food syndrome is caused by vitamin B5 which is pantothenic acid. Vitamin B6 is pyridoxine which causes peripheral neuritis. Okay, which anti-tubercular drug can cause pyridoxine deficiency? Isoniazid. അതുകൊണ്ട് തന്നെ ATT എടുക്കുന്ന ആളിൽ നമ്മൾ വൈറ്റമിൻ B6 സപ്ലിമെന്റേഷൻ കൊടുക്കും. ഇനി B12 ആണ് സൈനോകൊബാലമിൻ വിച്ച് കോസസ് പെർനീഷ്യസ് അനീമിയ ആൻഡ് ന്യൂറോപ്പതി. അറിയാമല്ലോ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് കൈകാല് ടിംഗ്ലിംഗ് നംനെസ്സും ഒക്കെ ആയിട്ട് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യും. ദെൻ വൈറ്റമിൻ ഇ പ്രിവെൻറ്റ്സ് ദ ഹീമോലൈറ്റിക് അനീമിയ ഓഫ് ന്യൂ ബോൺ. നമ്മൾ ചിന്തിക്കാത്തൊരു വൈറ്റമിൻ അല്ലേ. സോ വൈറ്റമിൻ ഇ പ്രിവെൻറ്റ്സ് ഹീമോലൈറ്റിക് അനീമിയ ഓഫ് ന്യൂ ബോൺ. ദെൻ വൈറ്റമിൻ കെ പ്രിവെൻറ്റ്സ് ഹെമറാജിക് diseases of newborn. Vitamin E prevents hemolytic anemia of the newborn and vitamin K prevents hemorrhagic disease of the newborn. അതുകൊണ്ട് തന്നെ നമ്മൾ ബർത്തിൽ വൈറ്റമിൻ കെ ഇഞ്ചക്ഷൻ കൊടുക്കും. Then copper deficiency can causes neutropenia. ന്യൂട്രോപ്പീനിയ ഉണ്ടാക്കും കോപ്പർ ഡെഫിഷ്യൻസി. സെലീനിയം ഡെഫിഷ്യൻസി കോസസ് കേഷൻസ് ഡിസീസ് ആൻഡ് എൻഡമിക് കാർഡിയോമയോപ്പതി. സോ കാർഡിയോമയോപ്പതി ഏത് മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസിലാണ് കാണുന്നത്? സെലീനിയം കോസസ് കേഷൻസ് ഡിസീസ് ആൻഡ് എൻഡമിക് കാർഡിയോമയോപ്പതി. സിങ്ക് കോസസ് ആക്രോഡെർമറ്റൈറ്റിസ് എൻട്രോപ്പത്തിക്ക. ഈ രണ്ടും കേഷൻസ് ഡിസീസ് ഡ്യൂ ടു സെലീനിയം, ആക്രോഡെർമറ്റൈറ്റിസ് എൻട്രോപ്പതിക്ക ഡ്യൂ ടു സിങ്കും രണ്ടും ആലോചിച്ചിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സോ ആക്രോഡെർമറ്റൈറ്റിസ് എൻട്രോപ്പതിക്ക വിൽ പ്രസന്റ് വിത്ത് പെരി ഓറൽ അല്ലെ പെരി ഏനൽ റാഷ്. ഓട്ടോസോമൽ റെസസീവ് ഡിസീസ് ആണ്. കാരണം എന്താ? ഡിക്രീസ്ഡ് അബ്സോർപ്ഷൻ ഓഫ് സിങ്ക്. ഇനിയും അനീമിയ മുക്ത് ഭാരതിൽ നമുക്ക് 6 ബെനിഫിഷ്യറീസും 6 ഇൻ്റർവെൻഷൻസും 6 ബെനിഫിഷ്യറീസ് 6 ഇൻ്റർവെൻഷൻസ് ആൻഡ് 6 ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനെ 666 എന്നാണ് പറയുന്നത്. അനീമിയ മുക്ത് ഭാരതിന് നമ്മൾ 666 പ്രോഗ്രാം അല്ലെ 666 പ്രോഗ്രാം എന്നാണ് പറയുന്നത്. 6 ബെനിഫിഷ്യറീസ് 6 ഇൻ്റർവെൻഷൻസ് ആൻഡ് 6 ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം. അതിൽ 6 ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? അവർക്ക് കൊടുക്കുന്ന അയണിൻ്റെ അളവ്, അവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് അല്ലെ സിറപ്പിൻ്റെ ഡോസ്, അതിൻ്റെ കളറ്, ഇത്രയുമാണ് അനീമിയ മുക്ത് ഭാരതിൽ പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് 6 months to 5 years ആയിട്ടുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ബൈ വീക്ക്ലി ആഴ്ചയിൽ 2 തവണ 1 ml അയൺ ഫോളിക് ആസിഡ് സിറപ്പ് കൊടുക്കണം. അതിൽ 20 milligram എലമെന്റൽ അയണും 100 മൈക്രോഗ്രാം ഫോളിക് ആസിഡുമാണ് ഉള്ളത്. 5 to 10 yearsൽ വീക്ക്ലി വൺസ്. ഓക്കെ, ആഴ്ചയിൽ 1 തവണ. 6 months to 5 yearsൽ ബൈ വീക്ക്ലി, 2 ആഴ്ചയിൽ 1 തവണ. 5 to 10 years ആകുമ്പോൾ വീക്ക്ലി വൺസ്. അതിപ്പം 5 to 10 years കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അത് നമുക്ക് പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട് കാണാനല്ലേ ഇഷ്ടം. അപ്പോൾ പിങ്ക് ടാബ്ലറ്റ് 45 milligram അയൺ പ്ലസ് 400 മൈക്രോഗ്രാം ഫോളിക് ആസിഡ്. അത് രണ്ടും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓർക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. 10 to 19 years അഡോളസൻ ഗ്രൂപ്പിലും നമ്മൾ വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ കൊടുക്കും. സോ 10 to 19 yearsലാണ് നമ്മൾ ബ്ലൂ ടാബ്ലറ്റ് കൊടുക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കോഡ് വെച്ച് ഓർത്തിരിക്കുക. ബ്ലൂ ടാബ്ലറ്റ്, ബ്ലൂ വരുന്നത് 10 to 19 years. Okay, so it contains 60 milligram of elemental iron plus 500 microgram of folic acid. Then pregnant, ഇത് നമ്മൾ ആലോചിക്കണം. പ്രഗ്നൻ്റ് ലാക്ടേറ്റിങ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് വുമണിനൊക്കെ നമ്മൾ റെഡ് ടാബ്ലറ്റ് ആണ് കൊടുക്കുന്നത്. അതിൽ 60 milligram of elemental iron plus 500 microgram of folic acid ഉള്ളൂ. റീസെൻറ്റ് അപ്ഡേറ്റ് ആണ്. 60 milligram of elemental iron പ്ലസ് 500 മൈക്രോഗ്രാം ഓഫ് ഫോളിക് ആസിഡ്. സോ ഇവിടുന്ന് ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഡോസ് വെച്ചായിരിക്കും ചോദിക്കുന്നത്. ഇനി നമ്മളൊരു പ്രഗ്നൻറ്റ് ലേഡിക്ക് 2nd trimester തൊട്ടാണ് അയൺ കൊടുക്കുന്നത്. പ്ലസ് 6 months പോസ്റ്റ്പാർട്ടം വരെ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇനി റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഒരു വുമണിനും നമ്മൾ വീക്ക്ലി അയൺ ഫോളിക് ആസിഡ്, മെൻസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള എല്ലാ വുമണും, ഇപ്പം ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ വീക്ക്ലി 1 അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുക്കണം. നമ്മുടെ ന്യൂട്രീഷൻ ശരിയല്ല, അല്ലെങ്കിൽ നമ്മൾ അനീമിക് പ്രോൺ ആണെങ്കിലൊക്കെ നമ്മൾ വീക്ക്ലി വൺസ് അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുക്കണം. അതും റെഡ് ടാബ്ലറ്റ് ആണ്. 60 milligram ഓഫ് എലമെന്റൽ അയൺ പ്ലസ് 500 മൈക്രോഗ്രാം ഓഫ് ഫോളിക് ആസിഡ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അതുകൂടാതെ നമ്മളിപ്പം പ്രഗ്നൻ്റ് ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1 month പ്രീ കൺസെപ്ഷനിൽ ഫോളിക് ആസിഡ് എടുക്കുന്നത് നല്ലതാണ്. ആ ഫോളിക് ആസിഡിൻ്റെ അളവ് 400 മൈക്രോഗ്രാം ആണ്.
സോ അനീമിയ മുക്ത് ഭാരതിൽ 6 ബെനിഫിഷ്യറീസ്. ഇനി 6 ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ് അനീമിയ മുക്ത് ഭാരത് കൊടുക്കുന്നത്? അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ കൊടുക്കുമോ? കൊടുക്കും. ഡീവേമിംഗ് കൊടുക്കുമോ കുഞ്ഞുങ്ങൾക്ക്? കൊടുക്കും. സോ അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ, ഡീവേമിംഗ്, ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുമോ? റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിന്റെ ഒക്കെ ചെയ്യും ടെസ്റ്റ് ഹീമോഗ്ലോബിൻ. അയൺ ഫോർട്ടിഫൈഡ് ഫുഡ് കൊടുക്കും, അമൃതം പൊടി പോലൊക്കെയുള്ള പൊടികൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. കാരണം ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് ഒക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും. കാരണം എന്തിനാ? കുഞ്ഞ് അനീമിക് ആവാതിരിക്കാൻ വേണ്ടി. ഡിക്രീസ്ഡ് നോൺ ന്യൂട്രീഷണൽ കോസസ് ഓഫ് അനീമിയ, തീർച്ചയായിട്ടും ഹൂക്ക്വർം ഇൻഫെക്ഷൻസ് തടയുക, അങ്ങനെ ഉള്ളതൊക്കെ ഇതിന്റെ ഇന്റർവെൻഷൻ ആണ്. സോ വാട്ട് ആർ ദ ഇന്റർവെൻഷൻ ഓഫ് അനീമിയ മുക്ത് ഭാരത്? അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ, ഡീവേമിംഗ്, ടെസ്റ്റ് ദ ഹീമോഗ്ലോബിൻ, അയൺ ഫോർട്ടിഫൈഡ് ഫുഡ്, ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ, ഡിക്രീസ് ദ നോൺ ന്യൂട്രീഷണൽ കോസസ് ഓഫ് അനീമിയ. ഇനി 6 ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസും ഉണ്ട്. അതിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ അറിയണ്ട. ഇത്രയും 666 ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. 66 എന്താ? ബെനിഫിഷ്യറീസ് 1, ഇന്റർവെൻഷൻസ് 1, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം 1, അത്ര അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അയഡിനെ കുറിച്ച് പഠിക്കാം. ഇനിയും കോൺസെൻട്രേഷൻ ഓഫ് അയഡിൻ പ്രൊഡക്ഷൻ ലെവലിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും 30 ppm വേണം. നമ്മളിലെത്തുമ്പോൾ, കൺസ്യൂമറിലെത്തുമ്പം അത് 15 ppm എങ്കിലും വേണം. ഇടയ്ക്ക് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതാണ് പ്രൊഡക്ഷൻ ലെവലിൽ 30 ppm, കൺസ്യൂമർ ലെവലിൽ 15 ppm. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇനി RDA റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഓഫ് അയഡിൻ, അതും ചേഞ്ച് വന്നിട്ടുണ്ട്, അത് പഠിക്കണം. അഡൽട്ടിൽ 150 മൈക്രോഗ്രാം, പ്രഗ്നൻസിയിൽ 220 മൈക്രോഗ്രാമും, ലാക്ടേറ്റിംഗിൽ 280 മൈക്രോഗ്രാമും. അതിലിപ്പോൾ പ്രഗ്നൻസിയിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മൾ ചിന്തിക്കത്തില്ല അയഡിൻ പ്രഗ്നൻസി വേണമെന്ന്. അപ്പം പ്രഗ്നൻസിയിൽ 220 മൈക്രോഗ്രാം ഓഫ് അയഡിൻ വേണം. Then what is the impact indicator that iodine is sufficient? It is urinary iodine excretion. Urinary iodine excretion വെച്ചിട്ടാണ് നമ്മൾ ആഡ്ക്വേറ്റ് ആയിട്ടുള്ള അയഡിൻ ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോയെന്ന് അറിയാൻ പറ്റുന്നത്. Then the environmental indicator ഏതാണ്? നിയോനേറ്റൽ ഹൈപ്പോതൈറോയിഡിസം. കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പോതൈറോയിഡിസം ഇല്ലെങ്കിൽ അവിടെ അയഡിൻ ഡെഫിഷ്യൻസി ഇല്ല. മറിച്ച് നിയോനേറ്റൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ, അതറിയാലോ, ക്രെറ്റിനിസം ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ അവിടെ അയഡിൻ ഡെഫിഷ്യൻ്റ് ഏരിയ ആണ് അർത്ഥം. സോ അയഡിൻ പ്രൊഡക്ഷൻ ലെവലിൽ 30 പാർട്സ് പെർ ppm വേണം, കൺസ്യൂമർ ലെവലിൽ 15 ppm വേണം, അഡൽട്ടിൽ 140 മൈക്രോഗ്രാം, പ്രഗ്നൻസിയിൽ 220 മൈക്രോഗ്രാമും, ലാക്ടേഷനിൽ 280 മൈക്രോഗ്രാം ഓഫ് അയഡിൻ വേണം. അയഡിൻ്റെ ഇമ്പാക്ട് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് യൂറിനറി അയഡിൻ എക്സ്ക്രീഷനും, അയഡിൻ്റെ എൻവിറോൺമെന്റൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നിയോനേറ്റൽ ഹൈപ്പോതൈറോയിഡിസവുമാണ്. ഇനി ഫ്ലൂറിനെ കുറിച്ച് പഠിക്കാം. ഫ്ലൂറിൻ്റെ ഒപ്റ്റിമം ലെവൽ വെള്ളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ ഫ്ലൂറിൻ്റെ ഒപ്റ്റിമം ലെവൽ ഷുഡ് ബി 0.5 to 0.8 പാർട്സ് പെർ മില്യൺ. ഇത് കുറഞ്ഞാലും കുഴപ്പമാണ്, കൂടിയാലും കുഴപ്പമാണ്. അതുകൊണ്ട് നമ്മുടെ വാട്ടറിൽ എത്ര വേണം ഫ്ലൂറിൻ? 0.5 to 0.8 പാർട്സ് പെർ മില്യൺ. അതിൽ കുറവാണെങ്കിൽ നമുക്ക് ഡെന്റൽ കാരീസ് ഉണ്ടാവും. ലെസ് ദാൻ 0.5 ആണ് ഡെന്റൽ കാരീസും, ഗ്രേറ്റർ ദാൻ 1.5 ആണ് ഡെന്റൽ മോട്ട്ലിങ്ങും ഉണ്ടാവും. നമ്മുടെ ഇൻസിസസിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുഴികൾ വീഴാൻ തുടങ്ങും, അതാണ് ഡെന്റൽ മോട്ട്ലിങ്ങും ഉണ്ടാവും. 3 to 6 ആണ് അതിൻ്റെ ലെവലെങ്കിൽ സ്കെലിറ്റൽ ഫ്ലൂറോസിസ് ഉണ്ടാവും. ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ക്രിപ്ലിംഗ് ഫ്ലൂറോസിസ് ഉണ്ടാവും. ഇപ്പോൾ ഫ്ലൂറിൻ്റെ ലെവല് ഗ്രേറ്റർ ദാൻ 10 ഒക്കെയാണ്, ക്രിപ്ലിംഗ് ഫ്ലൂറോസിസ് ഉണ്ടാവും. 3 to 6 ആണെങ്കിൽ സ്കെലിറ്റൽ ഫ്ലൂറോസിസ് ഉണ്ടാവും. സോ എക്സസീവ് ഫ്ലൂറിൻ നമുക്ക് എങ്ങനെയാണ് തടയാൻ പറ്റുന്നത്? ഡീഫ്ലോറിഡേഷൻ എന്ന് പറയും. ആ ടെക്നിക്കിൻ്റെ പേരാണ് നാൽഗോണ്ട ടെക്നിക്. സോ നാൽഗോണ്ട ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ ഡീഫ്ലോറിഡേഷൻ, ദാറ്റ് ഈസ് ടു റെഡ്യൂസ് ഫ്ലൂറിൻ ഇൻ വാട്ടർ. ഈ ഡീഫ്ലോറിഡേഷൻ അല്ലെങ്കിൽ നാൽഗോണ്ട ടെക്നിക്കിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? ലാബ് എന്ന് ആലോചിക്കുക. ലൈമ്, ആലം, ബ്ലീച്ച്, ഇത് മൂന്നും വെച്ചാണ് നമ്മൾ ഡീഫ്ലോറിഡേഷൻ ചെയ്യുന്നത്. ലാബ്, ലൈമ്, ആലം, ബ്ലീച്ച്. ഓക്കെ. ഇനി ഫുഡ് ടോക്സിക്കൻസ്, ഇതിനകത്ത് കുറച്ച് ഫാൻസി നെയിംസ് ആണ്, ഇതൊക്കെ നമ്മൾ മഗപ്പ് ചെയ്യണം. ന്യൂറോ ലത്തേറിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ലത്തേറസ് സട്ടൈവസ് എന്ന് പറയുന്ന സീഡ് എടുക്കുന്നത് കൊണ്ടാണ് വരുന്നത്. സോ അതിൻ്റെ ടോക്സിൻ BOAA ആണ്, ബോവ. ഓക്കെ. So the clinical feature will be the patient will present with spastic paralysis. So prevention, how will you prevent this? By parboiling, ban the cultivation, and by providing vitamin C. So the vitamin helping in neurolatharism is vitamin C. So neurolatharism is caused by the consumption of Lathyrus sativus seeds, and the toxin is BOA. And the clinical feature, the patient will present with spastic paralysis, and the prevention is to ban the cultivation and give vitamin C and parboiling. എപ്പിഡമിക് ഡ്രോപ്സി വരുന്നത് മസ്റ്റാർഡ് ഓയിൽ, ആർജിമൺ ഓയിൽ മിക്സ് ചെയ്യുമ്പോഴാണ് എപ്പിഡമിക് ഡ്രോപ്സി വരുന്നത്. ദ ടോക്സിൻ ഈസ് സാങ്ഗ്വിനാരിൻ. ഓക്കെ. ദ പേഷ്യൻറ്റ് വിൽ പ്രസൻറ്റ് വിത്ത് ബൈലാറ്ററൽ പിറ്റിംഗ് എഡിമ, ഗ്ലോക്കോമ, കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ. അതിൽ ബൈലാറ്ററൽ പിറ്റിംഗ് എഡിമയിലും ആലോചിച്ചിരിക്കുക. ഇങ്ങനെ ആലോചിച്ചാൽ മതി, രണ്ടും ഓയിലാണ്. അതുകൊണ്ട് തന്നെ വെള്ളം തങ്ങി നിൽക്കും,
അപ്പം താഴെ വന്ന് തങ്ങി നിൽക്കുന്ന പോലെ. സോ ബൈലാറ്ററൽ പിറ്റിംഗ് എഡിമ ആൻഡ് ദ ടെസ്റ്റ് ഈസ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി. ഓക്കെ. ഇനി എൻഡമിക് അസൈറ്റീസ്, ഇപ്പം നമ്മൾ പഠിച്ചത് എപ്പിഡമിക് ഡ്രോപ്സി ആണ്, വിച്ച് ഇസ് കോസ്ഡ് ബൈ സാങ്കുനാരി. Endemic ascites is caused by Crotalaria seeds and the prevention is by de-weeding. So endemic ascites is prevented by de-weeding, ED. Okay, endemic ascites is prevented by de-weeding and it is caused by Crotalaria seeds. Aflatoxicosis by Aspergillus flavus consumption, which produces aflatoxin, which is hepatotoxic. Ergotism is by the consumption of Claviceps purpura. Okay. ഇനി മിഡ് ഡേ മീൽ പ്രോഗ്രാം. പണ്ടായിരുന്നു മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന് പേര്. ഇപ്പൊ പ്രധാനമന്ത്രി പോഷൻ എന്നാണ് ഇതിന് പറയുന്നത്. പോഷൻ എന്ന് പറഞ്ഞാൽ പോഷണം. ഓക്കെ, പ്രധാനമന്ത്രി പോഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലാണ്. നമ്മുടെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ശിവൻകുട്ടി ഇപ്പം എല്ലാ സ്കൂളിലും ബിരിയാണിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, ആ പരിപാടിയാണിത്. ഓക്കെ, മിഡ് ഡേ മീൽ പ്രോഗ്രാം പ്രധാനമന്ത്രി പോഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്, വിദ്യാഭ്യാസ ത്തിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം വരുന്നത്. സോ what will they provide? The schools അല്ലെ അംഗൻവാടീസ് will provide 1/3 of the calorie and half of the protein. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാലറിയുടെ 1/3 പ്രോട്ടീൻ്റെ 1/2 നമുക്ക് മിഡ് ഡേ മീൽ പ്രോഗ്രാം അല്ലെ പ്രധാനമന്ത്രി പോഷനിൽ കിട്ടും. സോ അത്രയും. ഇനി മിൽക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ പാസ്ചറൈസ് ചെയ്ത മിൽക്കാണല്ലോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മിൽമായും മലനാടും ഒക്കെ പാസ്ചറൈസ്ഡ് മിൽക്സ് ആണ്. ആ പാസ്ചറൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഫ്ലാഷ് മെത്തേഡാണ്. അതിൽ എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് കൊടുക്കുന്നത്? 72 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫോർ ഗ്രേറ്റർ ദാൻ 15 സെക്കൻഡ്സിലാണ് പാസ്ചറൈസേഷൻ ചെയ്യുന്നത്. ഇനി പാസ്ചറൈസേഷൻ എഫിഷ്യൻ്റ്ലി ചെയ്തോ എന്നറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ഫോസ്ഫേറ്റ് ടെസ്റ്റ്. സോ പാസ്ചറൈസേഷൻ, ഫ്ലാഷ് മെത്തേഡ്, 72 ഡിഗ്രി, ഗ്രേറ്റർ ദാൻ 15 സെക്കൻഡ് ആൻഡ് ഫോസ്ഫേറ്റ് ടെസ്റ്റ്. ഓക്കെ. ഇനി സ്റ്റണ്ടിങ്, ഒരു കുഞ്ഞിൽ സ്റ്റണ്ടിങ് ഉണ്ടെങ്കിൽ അത് എന്ത് ന്യൂട്രീഷനാണ് കാണിക്കുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്രോണിക് മാൽന്യൂട്രീഷൻ. ഇഫ് ദർ ഈസ് വേസ്റ്റിംഗ്, ഇറ്റ് ഈസ് ആൻ അക്യൂട്ട് മാൽന്യൂട്രീഷൻ. ഓക്കെ. ഇനി മിഡ് അപ്പർ ആം സർക്കംഫറൻസ് നോർമൽ വാല്യൂ 11.5 to 12.5, ലെസ് ദാൻ 11.5 എന്നാണെങ്കിൽ അത് റെഡ് കാറ്റഗറിയിൽ വരും. ഇറ്റ് ഈസ് സിവിയർലി മാൽനറിഷ്ഡ്. 11.5 to 12.5 ആണെങ്കിൽ it is in yellow category, it is moderately malnourished, and if it is greater than 12.5, green and is a normal child. Okay. ഇനി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എത്രയാണ്? 27.3 ആണ്. എന്ന് വെച്ചാൽ നമ്മൾ സിവിയർ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റേഞ്ചിലാണ് ഉള്ളത്. 27.3 ആണ് നമ്മുടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. ഓക്കെ. സോ ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 3 ഡയമെൻഷൻസും 4 ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഡയമെൻഷൻസ് എല്ലാം ആലോചിച്ചിരിക്കുക. ഇന്നാഡിക്വേറ്റ് ഫുഡ് സപ്ലൈ, ചൈൽഡിൻ്റെ അണ്ടർ ന്യൂട്രീഷൻ, ചൈൽഡിൻ്റെ മോർട്ടാലിറ്റി, ഈ 3 ഡയമെൻഷൻസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി എൻവിറോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് പഠിക്കാം. ആദ്യം നമ്മൾ വാട്ടറിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, എൻവിറോൺമെൻറ്റ് ആൻഡ് ഹെൽത്തി പഠിക്കാം. നമ്മൾ വാട്ടർ, എയർ, നോയ്സ് പൊല്യൂഷൻ, റേഡിയേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യം, മോസ്കിറ്റോ, എൻറ്റമോളജി ഒക്കെയാണ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഹെൽത്തി പഠിക്കാൻ പോകുന്നത്. അതിൽ നമുക്കിനിയും വാട്ടറിനെ കുറിച്ച് പറയാം. വാട്ടറിൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇടുമ്പം ഏത് അയോണാണ് ബ്ലീച്ചിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഹൈപ്പോക്ലോറസ് അയോൺ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇനി ക്ലോറിനേറ്റ് ചെയ്തത് കൊണ്ട് എലിമിനേറ്റ് ആവാത്ത ഡിസീസ് ഏതൊക്കെയാണ്? ക്ലോറിനേഷൻ ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ ഡിസീസസ് സച്ച് ആസ് പോളിയോ, ഹെപ്പറ്റൈറ്റിസ്, പ്രോട്ടോസോയിൽ സിസ്റ്റ് ആൻഡ് ഹെൽമിന്തിക് ഓവ. ഹെപ്പറ്റൈറ്റിസ് എ ഒന്നും ഇത് ഹെൽപ്പ് ചെയ്യത്തില്ല. സോ ക്ലോറിനേഷൻ ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ പോളിയോ, ഹെപ്പറ്റൈറ്റിസ്, പ്രോട്ടോസോയിൽ സിസ്റ്റ് ആൻഡ് ഹെൽമിന്തിക് ഓവ. അതുമല്ല പോസ്റ്റ് ഡിസാസ്റ്റർ, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ക്ലോറിൻ്റെ ലെവൽ എത്ര ആയിരിക്കണം? 0.7 to 1 ആയിരിക്കണം ക്ലോറിൻ്റെ ലെവൽ. ഓക്കെ. ദെൻ ക്ലോറോസ്കോപ്പ് ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓർത്തോ ടൊളുവിഡിൻ ടെസ്റ്റ് ഫ്രീയും കമ്പൈൻഡും ആയിട്ടുള്ള ക്ലോറിൻ ടെസ്റ്റ് ചെയ്യും. ഓർത്തോ ടൊളുവിഡിൻ ആർസനേറ്റ് ടെസ്റ്റ് ഫ്രീയും കമ്പൈൻഡ് ക്ലോറിനും സെപ്പറേറ്റ്ലി ടെസ്റ്റ് ചെയ്യും. സോ ഫ്രീയും കമ്പൈൻഡ് ക്ലോറിനും ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് ഓർത്തോ ടൊളുവിഡിൻ ടെസ്റ്റും, OTA ടെസ്റ്റ് ഫ്രീയും കമ്പൈൻഡ് ക്ലോറിനെ സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി വാട്ടർ ബേസ്ഡ് ഡിസീസ്, വാട്ടർ ബോൺ ഡിസീസ് നിങ്ങൾക്ക് അറിയാം, കോളറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് വാട്ടർ ബേസ്ഡ് ഡിസീസ് എന്ന് വെച്ചാൽ ഷിസ്റ്റോസോമിയാസിസ്, സ്നെയിൽ വഴി പകരുന്ന ഷിസ്റ്റോസോമിയാസിസും സൈക്ലോപ്സ് വഴി പകരുന്ന ഡാരൻകുലോസിസും. ഓക്കെ. സോ ഷിസ്റ്റോസോമിയാസിസ് ആൻഡ് ഡ്രാഗൺകുലോസിസ്. ദെൻ വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ ഇമ്പോർട്ടൻ്റ് ആണ്.
അതിൻ്റെ pH, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ pH 6.5 to 8.5 ആയിരിക്കണം. ടർബിഡിറ്റി ഷുഡ് ബി ലെസ് ദാൻ 5 NTU. Then the dissolved solid should be less than 500 milligram per deciliter. Chloride should be less than 600 milligram per deciliter. Maximum it can be up to 600 milligram per deciliter. So ഇതാണ് water quality criteria. So the pH should be between 6.5 to 8.5. The turbidity should be less than 5 NTU. The dissolved salts should be less than 500 milligram per deciliter, and the chlorides it can be maximum up to 600 milligram per deciliter. Okay. ഇനിയും ഈ കൊളയാണ് ഫീക്കൽ കണ്ടാമിനേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ റീസെൻറ്റ് ഫീക്കൽ കണ്ടാമിനേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫീക്കൽ സ്ട്രെപ്റ്റോക്കോക്കയാണ്. റിമോട്ട് കണ്ടാമിനേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ലോസ്ട്രീഡിയം ആണ്. അപ്പോൾ ഈ 3 വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൊളൈ ഫീക്കൽ കണ്ടാമിനേഷൻ റെപ്രസെൻ്റ് ചെയ്യും. പക്ഷേ റീസെൻറ്റ് ഫീക്കൽ കണ്ടാമിനേഷൻ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫീക്കൽ സ്ട്രെപ്റ്റോക്കോക്കെ വേണം. റിമോട്ട് കണ്ടാമിനേഷൻ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ക്ലോസ്ട്രീഡിയം ആണ്. ഇനി ടെമ്പററി ഹാർഡ്നെസ്, ഒരു വെള്ളത്തിന് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകാനുള്ള കാരണം എന്താ? കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ബൈകാർബണേറ്റ് സോൾട്ടുകളാണ്. സോ ടെമ്പററി ഹാർഡ്നെസ് നമ്മൾ ബോയിൽ ചെയ്താൽ ടെമ്പററി ഹാർഡ്നെസ് പോകും. പെർമനന്റ് ഹാർഡ്നെസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം സൾഫേറ്റ് കൊണ്ടാണ് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. സോ കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാക്കും. ബോയിൽ ചെയ്താൽ അത് ഇല്ലാണ്ടാവും. പെർമനന്റ് ഹാർഡ്നെസ് is caused by calcium and magnesium sulfates. Okay. ഇനി വാട്ടർ പ്യൂരിഫിക്കേഷൻ ഹൗസ് ലെവലിൽ നമ്മൾ ബോയിലിംഗ് ക്ലോറൈഡ് ടാബ്ലറ്റ്സ് ടാങ്കിലിടും. ബെർഗ്ഫീൽഡ് ഫിൽറ്റേഴ്സ്. സോ ബെർഗ്ഫീൽഡ് ഫിൽറ്റേഴ്സ് ഇസ് യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. ലാർജ് സ്കെയിലിൽ നമുക്ക് റാപ്പിഡ് ഫിൽറ്റേഴ്സും ഉണ്ട്, സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സും ഉണ്ട്. അതിൽ റാപ്പിഡ് ഫിൽറ്റേഴ്സിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ബാക്ക് വാഷിംഗ് വഴിയാണ് നമ്മൾ റാപ്പിഡ് ഫിൽറ്റേഴ്സിനെ ക്ലീൻ ചെയ്യുന്നത്. സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിനെ ക്ലീൻ ചെയ്യുന്നത് സ്ക്രാപ്പിംഗ് ദ സാൻഡ് ബെഡ്. സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിനെ ക്ലീൻ ചെയ്തത് സ്ക്രാപ്പിംഗ് ദ സാൻഡ് ബെഡ്, ആൻഡ് റാപ്പിഡ് ഫിൽറ്റേഴ്സിനെ ക്ലീൻ ചെയ്യുന്നത് ബാക്ക് വാഷിംഗ് വഴി. ഓക്കെ. ഇനിയും എയർ പൊല്യൂഷൻ. ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് എയർ പൊല്യൂഷൻ ഈസ് സൾഫർ ഡയോക്സൈഡ്. ദ ബെസ്റ്റ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഓഫ് എയർ പൊല്യൂഷൻ ഈസ് ലൈക്കൺസ്. അതുപോലെ സോയിലിംഗ് ഇൻഡെക്സ് ഏത് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എയർ പൊല്യൂഷൻ. അപ്പം എസ് ഫോർ സോയിലിംഗ് ഇൻഡെക്സ്. സോയിലിംഗ് ഇൻഡെക്സ് എന്ത് ഇൻഡെക്സ് ആണത്? സ്മോക്ക് ഇൻഡെക്സ് ആണ്. അപ്പോൾ എസ് എന്ന് ആലോചിക്കുക. സോയിലിംഗ്, സ്മോക്ക്, എയർ പൊല്യൂഷൻ. സോ സോയിലിംഗ് ഇൻഡെക്സ് അല്ലെങ്കിൽ സ്മോക്ക് ഇൻഡെക്സ് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എയർ പൊല്യൂഷൻ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആരാ തരുന്നത്? കൺട്രോൾ ഓഫ് പൊല്യൂഷൻ, സെൻട്രൽ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡാണ് തരുന്നത്. ഇനി ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, മീത്തൈൻ, ഓസോൺ, വാട്ടർ വേപ്പർ. 2 പ്രോട്ടോക്കോളാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടത്. 2 PSC ചോദിച്ചതാണ്. ക്യോട്ടോ പ്രോട്ടോക്കോളും മോൺട്രൽ പ്രോട്ടോക്കോളും. അതിൽ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ മൊത്തത്തിൽ കുറയ്ക്കാനാണ്. പക്ഷേ മോൺട്രൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മുടെ റെഫ്രിജറേറ്ററിൽ നിന്ന് എലിമിനേറ്റ് ആവുന്ന CFCസിനെ കുറയ്ക്കാനാണ്. ഓക്കെ. ഇനി വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ. സീവേജ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വേസ്റ്റ് വിത്ത് എക്സ്ക്രീറ്റ ആണ് സീവേജ്. സള്ളേജ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വേസ്റ്റ് വിത്തൗട്ട് എക്സ്ക്രീറ്റ ആണ് സള്ളേജ്. ഇനി ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സീവേജ് ഫ്ലോ ഇൻ ഡ്രെയിനേജ് ഇൻ 24 hours. അതിനെയാണ് ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ. ഡ്രൈ വെതർ ഫ്ലോ സീവേജ്. ഇനി മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ. നമുക്ക് 2 സോളിഡ് വേസ്റ്റിനെ എങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യാം? 1 ഡംപിങ്, 2 ലാൻഡ് ഫിൽസ് അല്ലെങ്കിൽ ട്രെഞ്ച് മെത്തേഡ് അല്ലെങ്കിൽ കൺട്രോൾ ടിപ്പിംഗ് മെത്തേഡ്, 3 കമ്പോസ്റ്റിങ്. അതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് കമ്പോസ്റ്റിംഗ് ആണ്. സോ ബാംഗ്ലൂർ മെത്തേഡ് എന്ന് പറയുന്നത് അനീറോബിക് കമ്പോസ്റ്റിങ്ങിനെയാണ് നമ്മൾ ബാംഗ്ലൂർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. So Bangalore method of solid waste disposal is an anaerobic method. Okay. So എന്തൊക്കെയാണ് നമ്മൾ സോളിഡ് വേസ്റ്റിനെ ചെയ്യുന്നത്? ഡംപിങ്, കൺട്രോൾഡ് ടിപ്പിംഗ് ഓർ ലാൻഡ്ഫിൽസ് ഓർ ട്രെഞ്ച് മെത്തേഡ്, കമ്പോസ്റ്റിംഗ് which is the best method. Bangalore method, composting method is an anaerobic composting method. Okay. സീവേജിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടെമ്പററി ക്യാമ്പ്സ് ഒക്കെയാണ് ട്രെഞ്ച് ലാട്രിന് യൂസ് ചെയ്യും. സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് 2 തരത്തിലുണ്ട്. പ്രൈമറി ട്രീറ്റ്മെൻറ്റും ഉണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അതിൽ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ഈസ് എ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ്. ഇനി ഓക്സിഡേഷൻ പോൺസ് എന്ന് പറയുന്ന വേർഡും സ്യൂവേജ് ഡിസ്പോസലിന് വേണ്ടി ഉള്ളതാണ്.
ഇനിയും സ്ട്രെങ്ത് ഓഫ് സീവേജ് ഇൻഡിക്കേറ്റേഴ്സ് ഈ ഡെഫിനിഷൻസ് ചോദിച്ചതാണ്. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, സസ്പെൻഡഡ് സോളിഡ്സ്, ഇത് ചോദിച്ചതാണ്. ഇത് സ്ട്രെങ്ത് ഓഫ് സീവേജിനെ ഇവർ ഇൻഡിക്കേറ്റ് ചെയ്യും. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ അബ്സോർബ്ഡ് ബൈ സ്യൂവേജ് ഫോർ എയ്റോബിക് ഡിസ്ട്രക്ഷൻ. അപ്പം എമൗണ്ട് ഓഫ് ഓക്സിജൻ അബ്സോർബ് by the sewage for aerobic destruction is biochemical oxygen demand, അല്ലെങ്കിൽ use of organic matter by living organism. ഇത് കൂടുതൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 300 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതലാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ സ്യൂവേജ് ഈസ് സ്ട്രോങ്. സീവേജ് ഈസ് സ്ട്രോങ് എന്നാണ് അർത്ഥം. സോ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 3 കാര്യങ്ങൾ ആലോചിച്ചിരിക്കണം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ അബ്സോർബ്ഡ് ബൈ സ്യൂവേജ് ഫോർ എയ്റോബിക് ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ യൂസ് ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ ലിവിങ് ഓർഗാനിസം. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 300 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതലാണെങ്കിൽ സ്യൂവേജ് ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് അർത്ഥം. ഇനി കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദ ഓർഗാനിക് മാറ്റർ സസെപ്റ്റബിൾ ഫോർ ഓക്സിഡേഷൻ ബൈ കെമിക്കൽ ഓക്സിഡൈസേഴ്സ്. കെമിക്കൽ ഓക്സിഡൈസേഴ്സ് ഉപയോഗിച്ച് എന്തുമാത്രം ഓർഗാനിക് മാറ്ററിനെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും, അതാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതുപോലെ തന്നെ സസ്പെൻഡഡ് സോളിഡ് 500 മില്ലിഗ്രാം പെർ ലിറ്ററിൽ കൂടുതലാണെങ്കിൽ അതും സ്ട്രോങ് ആയിട്ടുള്ള സ്യൂവേജ് ആണ്. ഓക്കെ. ഇനിയും സെപ്റ്റിക് ടാങ്ക്. നമ്മൾ സെപ്റ്റിക് ടാങ്ക് എപ്പോഴും സെപ്റ്റിക് ടാങ്ക് സീവേജ് ഡിസ്പോസലിന് വേണ്ടിയാണുള്ളത്. നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൽ നിന്ന് 6 ഫീറ്റ് മാറിയായിരിക്കണം സെപ്റ്റിക് ടാങ്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ. ഇനിയും ഹൗസിംഗ് സ്റ്റാൻഡേർഡ്സ്. ഹൗസിംഗ് സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് ഹൗസിൻ്റെ ഫ്ലോർ ഏരിയ ഷുഡ് ബി 50 to 100 സ്ക്വയർ ഫീറ്റ് പെർ പേഴ്സൺ. വിൻഡോസ് ഒരു റൂമിൽ 2 വിൻഡോയിലും വേണം, അല്ലെങ്കിൽ 1/5 ഓഫ് ദ ഫ്ലോർ ഏരിയ കവർ ചെയ്തിരിക്കണം വിൻഡോ. ഡോറും വിൻഡോയും കൂടെ 2/3 ഓഫ് ദ ഫ്ലോർ ഏരിയ കവർ ചെയ്തിരിക്കണം. റൂഫിന് ഏകദേശം ഒരു 10 ഫീറ്റ് മുകളിലായിരിക്കണം റൂഫ് വരാൻ. ഓക്കെ. ഇനി ഓവർ ക്രൗഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ 2 ആൾക്കാരിൽ കൂടുതൽ, ദാറ്റ് ടു ഓരോ പേഴ്സൺസിനും 70 to 90 സ്ക്വയർ ഫീറ്റ് ഫോർ 1 പേഴ്സൺ പാടുള്ളൂ. ഓക്കെ. ഇനി വെന്റിലേഷൻ, ഒരു റൂമിൽ 2 to 3 ഫ്രഷ് എയർ പെർ അവറിൽ കടന്നു പോകണം. സോ പ്ലെൻറ്റി ഓഫ് വെന്റിലേഷൻ ഷുഡ് ബി ദെയർ. ദെൻ പ്ലീനം വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫാൻസ്. ഇപ്പം നമ്മൾ കണ്ടുവരുന്നില്ലേ ടോപ്സിൽ കാണുന്ന സെൻട്രിഫ്യൂഗൽ ഫാൻസ്, അതിനെയാണ് നമ്മൾ പ്ലീനം വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയും സൗണ്ടിൻ്റെ മാക്സിമം ടോളറബിൾ ലിമിറ്റ് 85 ഡെസിബൽ ആണ്. ഫാക്ടറിയിൽ അത് 90 ഡെസിബൽ വരെ പോവാം. ഓഡിറ്ററി ഫറ്റീഗ് നമുക്ക് എപ്പോഴാണ് വരുന്നത്? അറ്റ് 90 ഡെസിബൽ. 90 ഡെസിബലിലാണ് നമുക്ക് ഓഡിറ്ററി ഫറ്റീഗ് വരുന്നത്. ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എക്സ്പോഷർ ടു 100 ഡെസിബൽസ് ക്യാൻ കോസ് ഡെഫ്നെസ്. ഓക്കെ. മാക്സിമം ടോളറബിൾ ലിമിറ്റ് 85 ഡെസിബൽ, ഫറ്റീഗ് ഉണ്ടാവുന്ന 90 ഡെസിബൽ, ഡെഫ്നെസ് ഉണ്ടാവുന്ന 100 ഡെസിബൽ. ലൈറ്റിൽ ഒറ്റ കാര്യം പഠിക്കുക, ബ്രൈറ്റ്നസ് ഓഫ് ദ പോയിന്റ് സോഴ്സിന്റെ SI യൂണിറ്റ് എന്താ? കാൻഡല. ഓക്കെ. റേഡിയേഷൻ, ദ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് ഓഫ് റേഡിയേഷൻ ഈസ് 5 rads per year and for pregnancy it is only 0.5 rads. Kata thermometer is used to assess the velocity of ലോ എയർ വെലോസിറ്റി. അത് പണ്ടായിരുന്നു, ഇപ്പോൾ അത് നമ്മൾ കൂളിംഗ് പവർ ഓഫ് എയറിന് വേണ്ടിയാണ് കാട്ട തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ കാട്ട തെർമോമീറ്റർ ഈസ് നൗ യൂസ്ഡ് ഫോർ അസസ് ദ കൂളിംഗ് പവർ ഓഫ് എയർ. ഇനി ഹോറക്സ് അപ്പാരറ്റസ് ഫോർ അസസിങ് ദ ക്ലോറിൻ ഡിമാൻഡ്, അനിമോമീറ്റർ ഫോർ എയർ വെലോസിറ്റി ആൻഡ് ഗ്ലോബ് തെർമോമീറ്റർ ഫോർ റേഡിയൻറ്റ് ഹീറ്റ്. ഓക്കെ. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻസിൻ്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം. കാട്ട തെർമോമീറ്റർ ഈസ് ഫോർ ലോ എയർ വെലോസിറ്റി ഓർ കൂളിംഗ് പവർ ഓഫ് ദ എയർ. സ്ലിംഗ് psychrometer is for humidity, and Horrocks apparatus is for chlorine demand, and globe thermometer is for radiant heat, and anemometer is for air velocity. ഇനിയും എൻറ്റമോളജിയിൽ നമുക്ക് മോസ്കിറ്റോ, അതിൻ്റെ പ്രിവെൻഷൻ, അനോഫിലസ് മോസ്കിറ്റോ, ക്യൂലെക്സ് മോസ്കിറ്റോ, ഏഡിസ് മോസ്കിറ്റോ. അതിൽ അനോഫിലസ് മോസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മുടെ സർഫസിൽ നിന്ന് എപ്പോഴും മേളിലോട്ട് പൊങ്ങിയേ ഇരിക്കത്തുള്ളൂ. സോ ഇറ്റ് റെസ്റ്റ് അറ്റ് ആൻ ആംഗിൾ ടു ദ സർഫസ്. അതിന് സ്പോട്ടഡ് വിങ്സ് ആണ് അനോഫിലസ് മോസ്കിറ്റോയിൽ. അനോഫിലസ് മോസ്കിറ്റോ ഫ്രഷ് വാട്ടറിലാണ് ബ്രീഡ് ചെയ്യുന്നത്. അതിൻ്റെ എക്സിൻ്റെ പേര് എക്സ് ലാറ്ററൽ ഫ്ലോട്ട്സ് ആണ്. അതുമല്ല സർഫസ് ബ്രീഡേഴ്സ് ആണ് അനോഫിലസ് മോസ്കിറ്റോസ്. ഈ അനോഫിലസ് മോസ്കിറ്റോ എന്തുണ്ടാക്കും? മലേറിയ ഉണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ മലേറിയയിലും ഇത് വരും. സോ അനോഫിലസ് മോസ്കിറ്റോ റെസ്റ്റ് അറ്റ് ആൻ ആംഗിൾ, ഇറ്റ് ഹാസ് സ്പോട്ടഡ് വിങ്സ്, ഫ്രഷ് വാട്ടർ ബ്രീഡേഴ്സ് ആണ്, എഗ് ഹാസ് ലാറ്ററൽ ഫ്ലോട്ട്സ് ആൻഡ് സർഫസ് ബ്രീഡേഴ്സ് ആണ് അനോഫിലസ് മോസ്കിറ്റോ. ക്യൂലെക്സ് മോസ്കിറ്റോ ഡേർട്ടി വാട്ടറിലെ ബ്രീഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും അപകടകാരി ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. ഇറ്റ് ബ്രീഡ്സ് ഇൻ ഡേർട്ടി വാട്ടർ. എക്സാമ്പിൾ സച്ച് ആസ് സീവേജ്,
and it can fly up to 11 kilometer, and raft eggs are seen in Culex mosquito. ഈഡിസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ കളക്ഷൻ ഓഫ് വാട്ടറിലെ അവർ ബ്രീഡ് ചെയ്യത്തുള്ളൂ എന്ന് വെച്ചാൽ ടിന്നിലും ചിരട്ടയിലും ഒക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ. സോ ഈഡിസ് മോസ്കിറ്റോ ആർട്ടിഫിഷ്യൽ കളക്ഷൻ ബ്രീഡേഴ്സ് ആണ്. ഫ്ലൈറ്റ് റേഞ്ച് ഈസ് അപ് ടു 100 മീറ്റർ, ബട്ട് ക്യൂലെക്സ് ക്യാൻ ഫ്ലൈ അപ് ടു 11 കിലോമീറ്റർ. ഓക്കെ, സിഗാർ ഷേപ്ഡ് എഗ്സ് കാണപ്പെടുന്നത് ഈഡിസ് മോസ്കിറ്റോയിലാണ്. ഓക്കെ, സോ ലാറ്ററൽ ഫ്ലോട്ട് എഗ് അനോഫിലസ്, ക്യൂലെക്സിൽ റാഫ്റ്റ് എഗ്സ്, ഈഡിസിൽ സിഗാർ ഷേപ്ഡ് എഗ്സ്. ഓക്കെ, സ്റ്റെറൈൽ മെയിൽ റിലീസ് ടെക്നിക് നമ്മൾ ഏത് ഫ്ലൈയിലാണ് യൂസ് ചെയ്യുന്നത്? ടെസ്സി ഫ്ലൈയിലാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെറൈൽ മെയിൽ റിലീസ് ടെക്നിക് ഏത് ഫ്ലൈയെ പ്രിവെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ടെസ്സി ഫ്ലൈ. സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ടെസ്സി ഫ്ലൈനെ പ്രിവെൻറ്റ് ചെയ്യാണ് സ്റ്റെറൈൽ മെയിൽ റിലീസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ആർത്രോപോഡും ഡിസീസസ് ഇമ്പോർട്ടൻ്റ് ആണ്. അനോഫിലസ് മോസ്കിറ്റോ മലേറിയ, ക്യൂലെക്സ് മോസ്കിറ്റോ കോസസ് ജാപ്പനീസ് എൻകെഫലൈറ്റീസ് ആൻഡ് വെസ്റ്റ് നൈൽ ഫീവർ. അതിൽ നമ്മൾ ജാപ്പനീസ് എൻകെഫലൈറ്റീസ് എഴുതും, വെസ്റ്റ് നൈൽ ഫീവർ മറന്നു പോകും. സോ വെസ്റ്റ് നൈൽ ഫീവർ ഈസ് കോസ്ഡ് ബൈ ക്യൂലെക്സ് മോസ്കിറ്റോ. WC പോലെ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. വെസ്റ്റ് നൈൽ ഫീവർ ഈസ് കോസ്ഡ് ബൈ ക്യൂലെക്സ് മോസ്കിറ്റോ. ഈഡിസ് കോസസ് ചിക്കൻ ഗുനിയ. മാൻസോണി മോസ്കിറ്റോ കോസസ് ബ്രൂഗിയൻ ഫിലേറിയാസിസ്. സാൻഡ്ഫ്ലൈ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് കോസസ് കാല അസാർ, Orea fever, oriental sore. Okay, ടെസ്സി fly, African trypanosomiasis or sleeping sickness. Louse causes epidemic typhus. Epidemic typhus is caused by louse. Scrub typhus, louse. Redwood bug causes Chagas disease. Heart tick causes Lyme's disease and KFD disease. Soft tick causes Q fever and relapsing fever. Then trombiculoid mite causes scrub typhus. Cyclops causes guinea worm disease. Then rat flea causes endemic typhus. So epidemic typhus is caused by louse. Scrub typhus is caused by trombiculoid mite. Endemic typhus is caused by rat flea. ഇത് മൂന്നും തിരിഞ്ഞു പോകരുത്. എപ്പിഡമിക് ടൈഫസ്, ലൗസ്, സ്ക്രബ് ടൈഫസ്, ട്രോംബിക്കുലോയിഡ് മൈറ്റ്, റാറ്റ് ഫ്ലീ, എൻഡമിക് ടൈഫസ്. ഇനി ബയോളജിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് ഡെവലപ്മെൻറ്റ്. ഈ മോസ്കിറ്റോസിൻ്റെ ഡെവലപ്മെൻറ്റൽ സൈക്കിൾസ് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. പ്രൊപ്പഗേറ്റീവ് സൈക്കിൾസ് നടത്തുന്ന ചില മോസ്കിറ്റോസ്, സൈക്ലോ പ്രൊപ്പഗേറ്റീവ് സൈക്കിൾസ് ഡെവലപ്മെൻറ്റ് നടത്തുന്നവർ, അല്ലെങ്കിൽ സൈക്ലോ ഡെവലപ്മെൻറ്റൽ അല്ലെങ്കിൽ സൈക്ലോ പ്രോപ്പഗേറ്റീവ് അല്ലെങ്കിൽ പ്രോപ്പഗേറ്റീവ് ഡെവലപ്മെൻറ്റൽ സൈക്കിൾസ് നടത്തുന്നവർ. നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മലേറിയ ഇൻ അനോഫിലസ് ഹാസ് എ സൈക്ലോ പ്രോപ്പഗേറ്റീവ് ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ സൈക്ലോ ഡെവലപ്മെൻറ്റ് കാണിക്കുന്നത് ഫിലേറിയ ഇൻ ക്യൂലെക്സ് ആണ്. പ്രൊപ്പഗേറ്റീവ് സൈക്കിൾ ഡെവലപ്മെൻറ്റിൽ കാണിക്കുന്നത് യെല്ലോ ഫീവർ ഇൻ ഏഡിസ്. ഓക്കെ, പിന്നെ ട്രാൻസ് സ്റ്റേഡിയലിന് ട്രാൻസ് ഒവേറിയൻ എന്ന് പറഞ്ഞ 2 കാറ്റഗറി കൂടെ ഉണ്ട്. അതിൽ ട്രാൻസ് ഒവേറിയൻ ആലോചിക്കുക, മലേറിയ ഈഡിസ് വിൽ ഷോ ട്രാൻസ് ഒവേറിയൻ ട്രാൻസ്മിഷൻ. ഓക്കെ, മെയിൻ ഈ 3 മോസ്കിറ്റോയുടെ കാര്യം ആലോചിക്കുക. മലേറിയ ഇൻ അനോഫിലസ് മോസ്കിറ്റോ സൈക്ലോ പ്രോപ്പഗേറ്റീവ്, ഫിലേറിയ ക്യൂലെക്സ് മോസ്കിറ്റോ സൈക്ലോ ഡെവലപ്മെൻറ്റൽ, ട്രാൻസ് ഒവേറിയൻ ഈഡിസ്. ഓക്കെ, ഇനി മോസ്കിറ്റോ കൺട്രോളിൽ നമുക്ക് ആൻറ്റി ലാർവൽ മെഷറുണ്ട്, ആൻറ്റി അഡൽട്ട് മെഷറുണ്ട്, പ്രൊട്ടക്ഷൻ മെഷേഴ്സും ഉണ്ട്. അതിൽ ആൻറ്റി ലാർവൽ മെഷർ, ലാർവേനെ കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്? എൻവിറോൺമെൻറ്റൽ മെഷേഴ്സ് ഉണ്ട്, ലൈക്ക് സോഴ്സ് റിഡക്ഷൻ. കെമിക്കൽ മെഷേഴ്സ് ഉണ്ട്, സച്ച് as പാരീസ് ഗ്രീൻ which is a powder anti-larval measure, and biological control such as Gambusia. Okay. ആൻറ്റി അഡൽട്ട് മെഷേഴ്സിൽ നമുക്ക് ഇൻഡോറിൽ സ്പ്രേ ചെയ്യാം, സ്പേസ് സ്പ്രേ ഉണ്ട്, അൾട്രാ ലോ വോളിയം ഫോഗിങ്ങും ഉണ്ട്. സോ ഇൻഡോർ റെസിഡിയൽ സ്പ്രേ നമ്മൾ വീടിനകത്ത് ഏതാ യൂസ് ചെയ്യുന്നത്? DDT അല്ലെ മാലത്തയോൺ. സ്പേസ് സ്പ്രേസ് ഉണ്ട്, ഏതാ യൂസ് ചെയ്യുന്നത്? പൈറത്രം. അൾട്രാ ലോ വോളിയം ഫോഗിങ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വന്ന് അടിക്കത്തില്ലേ, അതിൽ യൂസ് ചെയ്യുന്നത് ഏതാ? മാലത്തയോൺ. സോ പഞ്ചായത്തിൽ നിന്ന് വന്ന് അടിക്കുന്ന അൾട്രാ ലോ വോളിയം ഫ്ലോഗിങ് മാലത്തയോൺ. ഓക്കെ, ദെൻ പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് ബൈറ്റ്, അതിന് നമുക്ക് മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യാം. ഇത് ചോദിച്ചതാണ് അതിൻ്റെ ഹോളിൻ്റെ സൈസും എത്ര ഹോള് വേണമെന്ന്. സോ ഹോളിൻ്റെ സൈസ് 0.0475 ഇഞ്ച് in diameter, 0.0475 inch. Then it should contain 150 holes in 1 inch square. Then rat poison, the chemical name zinc phosphide ആണ് rat poison. ഓക്കെ, ഇനി
ഒക്കുപേഷണൽ ഹെൽത്ത് എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റ് ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ഹിസ് വർക്കിംഗ് എൻവയോൺമെന്റ്. ഇറ്റ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് ദ വർക്കർ ആൻഡ് ഇറ്റ് റെഡ്യൂസസ് സിക്നസ് ആബ്സെൻറ്റിസം. മൂന്ന് കാര്യങ്ങൾ, മാനും ആ വർക്കിംഗ് എൻവയോൺമെന്റും തമ്മിലുള്ള റാപ്പോയാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയി ആൻഡ് ഇറ്റ് റെഡ്യൂസസ് സിക്നസ് ബെനിഫിറ്റ്സ്. ഓക്കെ, ന്യൂമോകോണിയോസിസ് 0.5 to 3 മൈക്രോൺ വരെയുള്ള ഡസ്റ്റുകളാണ് ന്യൂമോകോണിയോസിസ് ഉണ്ടാക്കുന്നത്. ഇനി ന്യൂമോകോണിയോസിസിൽ നമുക്ക് സിലിക്കോസിസ് മെയിനായിട്ട് കാണപ്പെടുന്നത് മൈക്ക കട്ടേഴ്സിലും സ്റ്റോൺ കട്ടേഴ്സിലുമാണ്. സിലിക്കോസിസിന്റെ എക്സ്റേയിൽ നമുക്ക് സ്നോസ്റ്റോം അപ്പിയറൻസും എക്ഷ്യൽ കാൽസിഫിക്കേഷൻസും കാണാൻ പറ്റും. So eggshell calcification and snowstorm appearance are seen in silicosis. ആസ്ബസ്റ്റോസിസ് മെയിൻലായിട്ടും ഷിപ്പ് യാർഡിൽ അല്ലെങ്കിൽ സിമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരിലാണ് കാണപ്പെടുന്നത്. അതിൽ തന്നെ ബ്ലൂ ആസ്ബസ്റ്റോസ് ആണ് മീസോത്തീലിയോമ ഉണ്ടാക്കും. സോ മീസോത്തീലിയോമ ഈസ് കോസ്ഡ് ബൈ ആസ്ബസ്റ്റോസിസ്. അതിൽ ക്രോക്കോഡിയോലൈറ്റ് ടൈപ്പാണ് മോർ റിസ്ക് തരുന്നത്. ആൻഡ് ഇൻ എക്സ്റേ നമുക്ക് പ്ലേക്സ് കാണപ്പെടും. ആന്ത്രാക്കോസിസ് കോൾ വർക്കേഴ്സിൽ കാണപ്പെടും. ബിസിനോസിസ് കോട്ടൺ ഇൻഡസ്ട്രി, ബാഗോസിസ് ഷുഗർ കെയിൻ ഇൻഡസ്ട്രി ഓർ പേപ്പർ മിൽസ്. അത് അവിടെ ഒരു ഫംഗസ് വളരും, ആ ഫംഗസ് കൊണ്ടാണ് ഈ ബാഗോസിസ് ഉണ്ടാകുന്നത്. എന്താണ് ആ ഫംഗസിന്റെ പേര്? തെർമോ ആക്ടിനോമൈസിസ് സെക്കരി. ദെൻ ഈ ബാഗോസിസ് തടയാൻ നമ്മൾ ആ മെറ്റീരിയൽസ് 2% പ്രോപ്പിയോണിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ ബാഗോസിസ് എന്ന് പറയുന്നത് നോട്ടിഫൈ ചെയ്യേണ്ടത് ഒരു ഒക്കുപേഷണൽ ഡിസീസും അല്ല. സോ ബാഗോസിസ് ഇറ്റ് കംസ് ഫ്രം ഷുഗർ കെയിൻ ഓർ പേപ്പർ മിൽസ്. തെർമോ ആക്ടിനോമൈസിസ് സെക്കാരി ആണ് ഫംഗസ് വിച്ച് കോസസ് ബാഗോസിസ്. 2% പ്രോപ്പിയോണിക് ആസിഡ് വെച്ച് സബ്സ്റ്റൻസസ് ഒക്കെ ട്രീറ്റ് ചെയ്തത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ നോട്ടിഫയബിൾ ഡിസീസ്. ലെഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ ലെഡ് യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ഓട്ടോമൊബൈലിൽ, ബാറ്ററി ഇൻഡസ്ട്രിയിലൊക്കെ ലെഡ് യൂസ് ചെയ്യും. സോ ലെഡ് പോയിസണിങ് ഉണ്ടാവും. സോ ലെഡിനെ കുറിച്ച് പഠിക്കാം. ലെഡിൻ്റെ പോയിസണിങ് ഉണ്ടെങ്കിൽ ALA യൂറിനിൽ കാണപ്പെടും. അമിനോ ലെവലുനിക് ആസിഡ് ഇൻ യൂറിൻ. It is due to lead poisoning. Anemia is the first sign of lead poisoning. Burtonian lines will be seen in gums. Basophilic stippling in RBC is seen in lead poisoning. Coproporphyrin in urine is the screening test for lead poisoning. So screening test for lead poisoning എന്താണ്? Coproporphyrin in urine. And lead can cause wrist drop and foot drop. What is the chelating agent? EDTA. Organic lead can cause encephalopathy. And lead poisoning is most commonly caused due to inhalation. Okay, ഇത്രയുമാണ് lead poisoning. ഇനി occupational cancers. Asbestosis can cause lung cancer, arsenic lung cancer, benzene can cause leukemia, benzidine can cause bladder carcinoma. Then polycystic aromatic hydrocarbons can cause skin, scrotum and lung cancers. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പ്രിവെൻഷൻ ഓഫ് ഒക്കുപേഷണൽ ഡിസീസ്. എല്ലാ ഫാക്ടറിയിലെ വർക്കേഴ്സിനെ നമ്മൾ ഇയർലി ഒരു എക്സാമിനേഷൻ ചെയ്യണം. ലെഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന വർക്കേഴ്സിനെ നമ്മൾ മന്ത്ലി എക്സാമിനേഷൻ ചെയ്യണം. ഡൈക്രോമേറ്റ്സുമായിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മൾ വീക്ക്ലി എക്സാമിനേഷൻസ് ചെയ്യണം. ഇനി എൻജിനീയറിംഗ് മെത്തേഡ്സ് എന്താ? ഈ ഫോർ എക്സാമ്പിൾ മാച്ച് ബോക്സ് ഇൻഡസ്ട്രിയിൽ വൈറ്റ് ഫോസ്ഫറസിന് പകരം നമ്മൾ ഫോസ്ഫറസ് സെസ്ക്വി സൾഫൈഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്യുക. കാരണം വൈറ്റ് ഫോസ്ഫറസ് ക്യാൻ കോസ് ഫോസീജോ. ഓക്കെ, ഇനി ഫാക്ടറി ആക്ട്. ഒരു സ്ഥാപനം ഫാക്ടറിയാണെന്ന് പറയണമെങ്കിൽ പവറോട് കൂടി 10 വർക്കേഴ്സും പവർ ഇല്ല എങ്കിൽ 20 വർക്കേഴ്സും വേണം. അതുമല്ല 250 വർക്കേഴ്സ് 250 വർക്കേഴ്സിൽ കൂടുതലുണ്ടെങ്കിൽ ആ ഫാക്ടറിയിൽ ഒരു ക്യാൻറ്റീൻ വേണം, ഒരു ക്രഷ് വേണം. കുഞ്ഞുങ്ങളെ അമ്മമാർക്ക് അവിടെ വെച്ചിട്ട് പോകാൻ വേണ്ടി ഒരു ക്രഷ് വേണം. അത് 50 വുമൻ വർക്കേഴ്സിൽ കൂടുതലുണ്ടെങ്കിൽ എല്ലാ ഫാക്ടറികളിലും ഒരു ക്രഷ് നമ്മൾ സെറ്റപ്പ് ആക്കി കൊടുക്കണം. ഓരോ 1000 വർക്കേഴ്സിനും ഒരു സേഫ്റ്റി ഓഫീസർ വേണം. 500 വർക്കേഴ്സിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു വെൽഫെയർ ഓഫീസർ വേണം. അവേഴ്സ് ഓഫ് വർക്ക് ഗ്രേറ്റർ ദാൻ 48 hours per week ആണെങ്കിൽ ഓവർ ടൈം പേ കൊടുക്കണം. നോട്ടിഫയബിൾ ഡിസീസസ് 29 നോട്ടിഫയബിൾ ഡിസീസസ് ഉണ്ട്. ഒന്ന് മാത്രം അറിഞ്ഞിരിക്കുക, ബാഗോസിസ് ഇസ് നോട്ട് എ നോട്ടിഫയബിൾ ഡിസീസ്. അതുമല്ല ഫാക്ടറിയിൽ 500 cubic feet per വർക്കർ ഉണ്ടായിരിക്കണം. ഇതാണ്
ഫാക്ടറി ആക്ട്. അതിൽ ഫാക്ടറി ആക്ടിൽ മെയിനായിട്ട് നമ്മൾ ഈ സേഫ്റ്റി ഓഫീസറും വെൽഫെയർ ഓഫീസറും 1000 വർക്കേഴ്സിൽ കൂടുതലുണ്ടെങ്കിൽ സേഫ്റ്റി ഓഫീസേഴ്സ് വേണം, 500 വർക്കേഴ്സിൽ കൂടുതലുണ്ടെങ്കിൽ വെൽഫെയർ ഓഫീസേഴ്സ് വേണം, 50 വുമൺ വർക്കേഴ്സിൽ കൂടുതലുണ്ടെങ്കിൽ ക്രഷ് വേണം, 250 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ക്യാൻറ്റീൻ വേണം. ഈ 3 പോയിന്റ്സും മെയിനായിട്ടും പഠിച്ചിരിക്കണം. ഇനിയും ESI ആക്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആക്റ്റാണ്, കാരണം ഞാൻ ESI വർക്ക് ചെയ്യുന്നുണ്ട്. സോ ESIC എന്ന് പറഞ്ഞാൽ 10 അതിൽ കൂടുതലോ ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്ന ഫാക്ടറീസ് എല്ലാം ഫാക്ടറീസ് മാത്രമല്ല എന്ത് സംരംഭമാണെങ്കിലും അത് ESI ആക്ടിന് താഴെയാണ് വരുന്നത്. ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അവരുടെ മന്ത്ലി സാലറി 21,000 പെർ മന്ത് ഉള്ളിലായിരിക്കണം. അങ്ങനെയുള്ളവരെ നമ്മൾ ESIC ഹോസ്പിറ്റൽസിൽ എടുക്കത്തുള്ളൂ. ആൻഡ് ദ എംപ്ലോയർ വിൽ കോൺട്രിബ്യൂട്ട് 3.25% of their salary and the employee will contribute 0.75%. Okay. സ്റ്റേറ്റ് ഗവൺമെൻറ് 1/8 ഓഫ് ദ എക്സ്പെൻസസ് വഹിക്കും, സെൻട്രൽ ഗവൺമെൻറ് ആണ് ബാക്കി 7/8 ഓഫ് ദ എക്സ്പെൻസസ് വഹിക്കുന്നത്. എന്നിട്ട് ഈ ESI വരുന്നത് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിന് താഴെയാണ് ESI വരുന്നത്. ഇനിയും ബെനിഫിറ്റ്സ് ഓഫ് ESI ആക്ട്. ESI ആക്ട് എന്ന് പറഞ്ഞതിൻ്റെ ബെനിഫിറ്റ്സ് 3 വേർഡ്സ് പഠിച്ചിരിക്കണം. സിക്നസ് ബെനിഫിറ്റ്സ്, എക്സ്റ്റെൻഡഡ് ബെനിഫിറ്റ്സ്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്. അതിൽ സിക്നസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സിക്ക് ആണെങ്കിൽ 91 ഡേയ്സ് വരെ നമ്മൾ 70% ഓഫ് ദ വേജസിൽ നമുക്ക് നമ്മൾ ആ ഫാക്ടറി വർക്കിന് നമ്മൾ കൊടുക്കും. അപ്പം ആ ആൾ സിക്ക് ആണെന്നുണ്ടെങ്കിൽ 91 ഡേയ്സ് വരെ നമ്മൾ 70% ഓഫ് ദ വേജസ് അവർ പണിക്ക് പോയാലും പണിക്ക് പോയില്ലെങ്കിലും കൊടുക്കും. ഇനി എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്, ഇപ്പോൾ ക്രോണിക് ഡിസീസസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവർക്ക് നമ്മൾ 80% ഓഫ് ദ വേജസ് 2 ഇയേഴ്സ് വരെ കൊടുക്കും. എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ വാസക്ടമി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സ്റ്റെറിലൈസേഷൻ ചെയ്ത് വരുന്ന വർക്കേഴ്സിന് നമ്മൾ 14 ഡേയ്സിൽ ലീവ് കംപ്ലീറ്റ് പേ ഫോർ 14 ഡേയ്സ് കൊടുക്കും. ഇനി മെറ്റേണിറ്റി ലീവ് നമ്മൾ 26 വീക്സ് കൊടുക്കും. ടെമ്പററി ഡിസേബിൾമെൻറ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റിൽ ലീവ് എടുത്താൽ 90% ഓഫ് ദ വേജസ് കൊടുക്കും. പിന്നെ ആ ഫാക്ടറി വർക്കർ എക്സ്പയർഡ് ആയി പോയാൽ ഡിപ്പെൻഡൻറ്റിന് 90% ഓഫ് ദ വേജസ് കൊടുക്കും. ഫ്യൂണറൽ എക്സ്പെൻസ് ആയിട്ട് 15,000 ഓഫ് റുപ്പീസ് നമ്മൾ കൊടുക്കും. ഇനി അഭിയാൻ ഇന്ദ്രധനുഷ്. അഭിയാൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ എല്ലാ ESIC ഹോസ്പിറ്റലിലെ സാനിറ്റേഷൻ ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയ പദ്ധതിയാണ് അഭിയാൻ ഇന്ദ്രധനുഷ്. എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിൽ ഓരോ ദിവസവും അവിടുത്തെ ബെഡ്ഷീറ്റ്സ് മാറും, അതും റെയിൻബോ കളറിലാണ് മാറുന്നത്. ഫോർ എക്സാമ്പിൾ സൺഡേ വയലറ്റ്, മൺഡേ ഇൻഡിഗോ. അത് സാനിറ്റേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ESIC ഹോസ്പിറ്റൽസ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ഹോസ്പിറ്റൽസ് ആണ്. ഇനി രാജീവ് ഗാന്ധി ശ്രമിക് കല്യാൺ യോജന, അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് പറഞ്ഞൊരു പദ്ധതിയാണ് രാജീവ് ഗാന്ധി ശ്രമിക് കല്യാൺ യോജന. ഇനി ആൻറ്റി ലാർവൽ ഇൻസെക്ടിസൈഡ്സിനെ കുറിച്ച് പഠിക്കാം. ആൻറ്റി ലാർവൽ ഇൻസെക്ടിസൈഡ്സ് 2 എണ്ണമാണ്, പാരീസ് ഗ്രീനും അബേറ്റ് അല്ലെ ടെംഫ്ലോസ് എന്ന് പറയും. ഇത് ചോദിച്ചതാണ്. വാട്ട് ആർ ദ ആൻറ്റി ലാർവൽ ഇൻസെക്ടിസൈഡ്സ്? പാരീസ് ഗ്രീൻ, അബേറ്റ് ഓർ ടെംഫ്ലോസ്. അതിൽ പാരീസ് ഗ്രീൻ നോൺ കോൺടാക്ട് ഇൻസെക്ടിസൈഡ് ആണ്. അബേറ്റ് അല്ലെ ടെംഫ്ലോസ് കോൺടാക്ട് ഇൻസെക്ടിസൈഡ് ആണ്. ഇനി അൾട്രാ ലോ വോളിയം ഫ്ലോഗിങ്ങിൽ യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ് ഏതാ? മാലാത്തയോൺ. മോസ്കിറ്റോ റെപ്പലൻറ്റിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏതാ? ഡൈഈഥൈൽ ടൊലുവമൈഡ്. ഓക്കെ. ഇനി ഹെൽത്ത് പ്ലാനിങ് മാനേജ്മെന്റ്. പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രിൻസിപ്പിൾസ് നമ്മൾ ലേ ഡൗൺ ചെയ്യുന്നതാണ് പോളിസി. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ആ പോളിസീസ് നടപ്പാക്കാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ഹെൽത്ത് പ്ലാനിങ് മാനേജ്മെന്റ് മെത്തേഡ്സ്. ഈ ഹെൽത്ത് പ്ലാനിങ്ങിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? 2 തരത്തിൽ മാനേജ് ചെയ്യാം. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും ഉണ്ട്, കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസും ഉണ്ട്. ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലും കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസിലും ഇൻപുട്ട് നമ്മൾ പൈസ ആണ്. നമുക്ക് ആ പൈസ മുടക്കിയത് പൈസ ആയിട്ട് തന്നെ തിരിച്ചു കിട്ടുവാണെങ്കിൽ അതാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. സോ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ഇൻ മോണിറ്ററി ടേംസ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1 രൂപ മുടക്കിയാൽ 10 രൂപ തിരിച്ചു കിട്ടുവാണെങ്കിൽ അത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസിൽ നമുക്ക് ഔട്ട്കം എഫക്റ്റ് ആണ്. നമ്മളിപ്പം 10 രൂപ മുടക്കി ഡെത്ത് അവോയ്ഡഡ് പെർ യൂണിറ്റ് അനാലിസിസ് ആണ്
നമ്മുടെ കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ്, നമ്മൾ മുടക്കുന്ന കാശിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിട്ടേൺ മോണിറ്ററി ആവണമെന്നില്ല. ചിലപ്പം അത് ഇമ്മ്യൂണൈസേഷൻ ആവാം, ഡെത്ത് ആവാം, അങ്ങനത്തെ കാര്യങ്ങൾ, ഡെത്ത് കുറയ്ക്കുക ആവാം, അങ്ങനത്തെ കാര്യങ്ങളാണ് കോസ്റ്റ് എഫക്റ്റീവ് അനാലിസിസ്. വേറൊരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് സിസ്റ്റം അനാലിസിസ്. അപ്പോൾ സിസ്റ്റം അനാലിസിസ് ആണ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. കോസ്റ്റ് എഫക്റ്റീവ്നെസ് നമുക്ക് പറഞ്ഞു തരുന്ന അനാലിസിസ് ഏതാ? സിസ്റ്റം അനാലിസിസ് ആണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ്നെസ് പറഞ്ഞു തരുന്നത്. ഫോർ എക്സാമ്പിൾ, വാക്സിനും മാസ്കിങ്ങും. ഇപ്പം വാക്സിൻ കൊടുത്ത് എത്രത്തോളം നമ്മുടെ ഡിസീസസ് ഒക്കെ മാസ്ഡ് ആയി പോയിട്ടുണ്ടെന്ന് അറിയുന്നത് സിസ്റ്റം അനാലിസിസ് വഴിയാണ്. സോ കോസ്റ്റ് എഫക്റ്റീവ്നെസ് അറിയണമെങ്കിൽ സിസ്റ്റം അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ടൈം വെച്ചുള്ള ഒരു അനാലിസിസ് ആണ് നെറ്റ്വർക്ക് അനാലിസിസ്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ പ്ലാൻ ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് ആണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് രണ്ട് തരത്തിലുണ്ട്, പെർട്ട് എന്നും CPM എന്നും പറഞ്ഞു. പെർട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യുന്ന ടെക്നിക്കാണ് പെർട്ടിൻ്റെ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. സോ പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യും. സോ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിനെയാണ് പെർട്ട് എന്ന് പറയുന്നത്. CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് പാത്ത് ഇൻവോൾവ്. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ എന്തെങ്കിലും ഡിലേ വന്നാൽ നമ്മുടെ ആ ഹെൽത്ത് പ്ലാനിങ് മുഴുവൻ കുളവാകും. സോ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഇസ് ദ ലോങ്സ്റ്റ് പാത്ത് ഇൻവോൾവ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഗെറ്റ് ഡിലൈഡ്. ഓക്കെ. സോ പ്രോഗ്രാം അനാലിസിസിൽ രണ്ട് പാർട്ട് ഉണ്ട്, പെർട്ടും CPM. പെർട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. CPM എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് പാത്ത് ഇൻവോൾവ് ഫോർ എ ഹെൽത്ത് പ്ലാനിങ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിലൈഡ്. വേറൊരു സാമ്പിളിംഗ് ആണ് വർക്ക് സാമ്പിളിംഗ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്പെക്ഷൻസ്. നമ്മളിപ്പം വാക്സിനേഷൻ സൈറ്റിൽ ഒരു മെഡിക്കൽ ഓഫീസറെ പോയി വിസിറ്റ് ചെയ്യുക, അതൊക്കെയാണ് വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയും ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക. മെത്തേഡ്സ് ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ, സ്റ്റോക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു മെഡിക്കൽ ഓഫീസർ ആകുമ്പോൾ നിങ്ങളിത് അറിയും. അപ്പം ഇങ്ങനെ ഒന്ന് മാത്രം ആലോചിക്കുക. ABC അനാലിസിസിൽ നമ്മൾ കോസ്റ്റ് വെച്ചാണ് നമ്മൾ ABC അനാലിസിസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് മെഡിക്കൽ സ്റ്റോറിൻ്റെ ഇൻചാർജായിട്ട് എന്നെ പോസ്റ്റ് ചെയ്താൽ ഞാൻ അവിടെ പോയി മെഡിസിൻസിൻ്റെ ഒക്കെ സ്റ്റോക്ക് രജിസ്റ്ററൊക്കെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യണം. അതിന് ഒരു പർട്ടിക്കുലർ ഇതുണ്ട്, അത് ABC അനാലിസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഇനി ഡെൽഫി മെത്തേഡ് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡെൽഫി മെത്തേഡ്. DD എന്ന് ആലോചിക്കുക. ഇനി ഇന്ററാക്റ്റീവ് മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് സെൻസസ് ഫ്രം ഇൻഡിപെൻഡന്റ് എക്സ്പേർട്ട് ആണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് എക്സ്പേർട്ടിൽ നിന്നും കൺസെൻസസ് ഇന്ററാക്റ്റീവ് മെത്തേഡ് വഴി ഒബ്റ്റെയിൻ ചെയ്യുന്നതിനാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഹെൽത്ത് പ്ലാനിങ് ഇൻ ഇന്ത്യ, ബോർ കമ്മിറ്റിയാണ് നമ്മുടെ സോഷ്യൽ ഫിസിഷ്യൻസ് എന്നും 3 മില്യൺ പ്ലാൻ എന്നും പറയുന്ന കമ്മിറ്റീസൊക്കെ യൂസ് ചെയ്തത് ഈ ബോർ കമ്മിറ്റിയാണ്. സോഷ്യൽ ഫിസിഷ്യൻസും 3 മില്യൺ പ്ലാനും. കർത്താർ സിംഗ് കമ്മിറ്റിയാണ് മൾട്ടിപർപ്പസ് വർക്കറിനെ കുറിച്ച് പറഞ്ഞത്. മൾട്ടിപർപ്പസ് വർക്കർ കർത്തവ്യം ചെയ്യണം. സോ കർത്താർ സിംഗ് കമ്മിറ്റി. ശ്രീവാസ്തവ് കമ്മിറ്റിയാണ് റീഓറിയന്റേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ചെയ്തത്. ശ്രീവാസ്തവ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ 3 ടയർ റൂറൽ ഹെൽത്ത് കെയർ PHC CHC മെഡിക്കൽ കോളേജ് എന്നൊക്കെ ആക്കിയത് ശ്രീവാസ്തവ് കമ്മിറ്റിയാണ്. ഹൈ ലിവർ എക്സ്പേർട്ട് ഗ്രൂപ്പ്, ഇത് അറിഞ്ഞിരിക്കുക, ഇത് ന്യൂവർ ആയതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. HLEG ഹൈ ലിവർ എക്സ്പേർട്ട് ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിനെ കുറിച്ച് നമുക്ക് പ്രപ്പോസൽ തന്നത്. ഹൈ ലിവർ എക്സ്പേർട്ട് ഗ്രൂപ്പ് ഗീവ്സ് us യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. ഓക്കെ. ഇനി ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് അല്ലെങ്കിൽ ഹോം മിനിസ്ട്രിയുടെ താഴെയാണ് ഡെമോഗ്രഫി വരുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് നിയമങ്ങളുണ്ട്. ബർത്തും ഡെത്തും ഒക്കെ 21 ദിവസം കൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ. വേറൊരു സിസ്റ്റം ഉണ്ട് നമുക്ക്, സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റത്തിലാണ് നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നത്. ഇതൊരു ഡുവൽ റെക്കോർഡ് സിസ്റ്റമാണ്. ഇൻഡിപെൻഡന്റ് റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി ചെയ്യും ഈ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ. അതുമല്ല, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് ദി ഡെസിസീവ് ഇൻഡിക്കേറ്റർ ഫോർ എസ്റ്റിമേഷൻ ഓഫ് ദി സാമ്പിൾ സൈസ്. ഓക്കെ. ഇനി നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ ഫാമിലി പ്ലാനിങ്ങും അനീമിയ പ്രിവെൻഷനുമാണ് ഉള്ളത്. നാഷണൽ ഫാമിലി ഹെൽത്ത് പ്ലാനിങ്ങിൽ ഫാമിലി പ്ലാനിങ്ങും അനീമിയ പ്രിവെൻഷനും. ഇനി ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഈ നമ്പേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ് സെൻറ്റേഴ്സ് PHC CHC, ഹില്ലി ഏരിയ, പ്ലെയിൻ ഏരിയ. സബ് സെൻറ്റേഴ്സ് ഹില്ലി ഏരിയ 3K പോപ്പുലേഷനെ കേറ്റർ ചെയ്യും. പ്ലെയിൻ ഏരിയ ആണ് 5K പോപ്പുലേഷൻ. PHC 20,000 പോപ്പുലേഷന് ഹില്ലി ഏരിയ
30,000 population in plain areas, CHC 80K for hilly areas and 1.2 lakhs for plain areas. Okay. സബ് സെൻറ്റർ ബിയിലാണ് ഡെലിവറി നടക്കുന്നത്. പി എച്ച് സി ബിയിലാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ഡെലിവറീസ് നടക്കുവാണെങ്കിൽ അത് PHC-B ആണ്. അതുമല്ല PHC-യിൽ നമുക്കൊരു 4 to 6 ഇൻപേഷ്യൻറ്റ് ബെഡ്സ് ഉണ്ടാവും. ഇനി CHC ആണ് ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്. ഓക്കെ. ഇനി അർബൻ PHC വിൽ കേറ്റർ ഫോർ 1 in 50,000 പോപ്പുലേഷൻ. സോ അർബൻ PHC ന്യൂ കൺസെപ്റ്റ് ആണ്. 1 in 50,000 പോപ്പുലേഷനിലാണ് അർബൻ PHC കേറ്റർ ചെയ്യും. ഓക്കെ. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ, ഈ പ്രിൻസിപ്പിൾസിനെ നമുക്ക് ACE ഇൻഹിബിറ്റേഴ്സ് അല്ലെ ACEI എന്ന് കോഡ്. Okay, so what are the principles? Appropriate technology such as constituting ORS, community participation with the help of ASHAs, equitable distribution, then intersectoral coordination. Okay, these are the principles of primary health care. Appropriate technology, community participation, equitable distribution, intersectoral coordination. Appropriate technology, community participation, equitable distribution and intersectoral coordination. 8 എലമെൻറ്റ്സ് ഉണ്ട്. എലമെൻറ്റ്സ് എന്ന് തന്നെയാണ് അതിൻ്റെ ഇത് നിമോണിക്ക് വരുന്നത്. അൽമ അറ്റ ഡിക്ലറേഷൻ ആണ്. ഈ 8 എലമെൻറ്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ കൊടുത്തത് ആരാണ്? അൽമ അറ്റ ഡിക്ലറേഷൻ. എലമെൻറ്റ്സ് എന്ന് തന്നെയാണ് അതിൻ്റെ നിമോണിക്ക് വരുന്നത്. ഇ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക ഈസ് ആൻ എലമെൻറ്റ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. ലോക്കലി എൻഡമിക് ഏരിയാസ് കണ്ടുപിടിക്കുക. ഇ എസെൻഷ്യൽ ഡ്രഗ്സ് കൊടുക്കുക. MCH ഫെസിലിറ്റീസ് കൊടുക്കുക. മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കുക. ഇ expand the program on immunization. N for nutritional promotion. ന്യൂട്രീഷൻ കൊടുക്കത്തില്ല, ന്യൂട്രീഷണൽ പ്രൊമോഷൻ ആണ് കൊടുക്കുന്നത്. T for treating the common disease and S for safe water and sanitation. ഇതൊക്കെയാണ് എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. ഇനി 1 per 1000 പോപ്പുലേഷന് ഒരു ഡോക്ടർ വേണം. ഹെൽത്ത് വർക്കർ എത്രണ്ണം വേണം? 1 per 5,000 ഇൻ പ്ലെയിൻ ഏരിയ ആൻഡ് 1 per 3,000 ഇൻ ഹില്ലി ഏരിയാസ്. ഹെൽത്ത് വർക്കർ ഉള്ളത് സബ് സെൻട്രലാണ്. ഹെൽത്ത് അസിസ്റ്റൻ്റ് ഉള്ളത് PHC-യിലാണ്. ദാറ്റ് ഈസ് 1 per 30K ആൻഡ് 1 per 20K. ഓക്കെ. അപ്പം ആശാ വർക്കർ എത്ര പേർക്ക് വേണം? 1 per 1000 പോപ്പുലേഷന് ഒരു ആശാ വർക്കർ വേണം. അംഗൻവാടി വർക്കറോ 400 to 800. 1 per 400 to 800 പോപ്പുലേഷൻ. ഓക്കെ. സോ ആശാ വർക്കറിൻ്റെ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ 10th പാസ്സാണ്. റൂറൽ ഏരിയയിൽ 1 per 1000 ഒരു ആശാ വർക്കർ വേണം. ANM ആണ് ഈ ആശാ വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നത്. ഫങ്ഷൻസ് ഓഫ് ആശാ വർക്കർ എന്താണ്? അവയർനെസ് ജനറേഷൻ കൊടുക്കുക, ബർത്ത് പ്രിപ്പയർഡ്നെസ്, കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ, ഡീപോട്ട് ഹോൾഡർ, ഡോട്ട്സ് പ്രൊവൈഡർ, ഡിസ്ട്രിബ്യൂട്ട് ദ കോൺട്രാസെപ്റ്റീവ്, എസ്കോർട്ട് ദ പ്രഗ്നന്റ് ഫീമെയിൽ, ഫീവർ ട്രീറ്റ്മെൻറ്റ്, ഹൗസ് ഹോൾഡ് ടോയ്ലറ്റ്സ്, ഇൻഫോം ബർത്ത് ഓർ ഡെത്ത്. ഇതൊക്കെ ആശയുടെ പണിയാണ്. ഇനി ഹെൽത്ത് വർക്കർ ഫീമെയിൽ സബ് സെൻറ്ററിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട്. ഫീമെയിലിൻ്റെ ജോലികൾ ഇമ്മ്യൂണൈസേഷനും എലിജിബിൾ കപ്പിൾ രജിസ്റ്റർ. അപ്പോൾ എലിജിബിൾ കപ്പിൾ രജിസ്റ്റർ ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹെൽത്ത് വർക്കേഴ്സ്. എവിടെ? സബ് സെൻറ്ററിൽ. സോ എലിജിബിൾ കപ്പിൾ രജിസ്റ്റർ ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സബ് സെൻറ്ററിലെ ഹെൽത്ത് വർക്കർ ഫീമെയിലാണ്. മെയിലിൻ്റെ പണി എന്തൊക്കെയാണ്? ക്ലോറിനേഷനും മലേറിയ സ്ലൈഡ് ഉണ്ടാക്കുക എന്നുള്ളത് മെയിലിൻ്റെ പണിയാണ്. ഹെൽത്ത് വർക്കർ മെയിലിൻ്റെ പണിയാണ്. മലേറിയ സ്ലൈഡ് ഉണ്ടാക്കുന്നത് ക്ലോറിനേഷൻ. എലിജിബിൾ കപ്പിൾ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സബ് സെൻറ്ററിലെ ഹെൽത്ത് വർക്കർ ഫീമെയിലാണ്. ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. റെഡിൽ എന്തൊക്കെ പോവും? നമ്മുടെ ട്യൂബ്, പ്ലാസ്റ്റിക്സ്, ഗ്ലൗസ് ഇതൊക്കെ പോകുന്നത് റെഡിലാണ്. സോ അതെങ്ങനെയാണ് ഡിസ്കാർഡ് ചെയ്യുന്നത്? ബൈ ഓട്ടോക്ലേവിങ്. യെല്ലോയിൽ എന്തൊക്കെ പോവും? നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എല്ലാ വേസ്റ്റുകളും, ഇൻഫെക്റ്റഡ് ആവുന്ന എല്ലാ വേസ്റ്റുകളും യെല്ലോയിലാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ സൈറ്റോടോക്സിക് ഡ്രഗ്സ്, കൾച്ചറൽ പ്ലേറ്റ്സ്, ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻസ്, ഇതൊക്കെ എവിടെയാണ് പോകുന്നത്? യെല്ലോയിലാണ് പോകുന്നത്. എങ്ങനെയാണ് മെത്തേഡ് ഓഫ് ഡിസ്കാർഡ്? ഇൻസിനറേഷൻ. വൈറ്റിൽ ഷാർപ്സ് പോവും, നീഡിൽ ബ്ലേഡ്, സ്ട്രെഡിങ് ആണ് മെത്തേഡ് ഓഫ് ഡിസ്കാർഡ്. ബ്ലൂവിൽ ഗ്ലാസും മെറ്റൽസും. ഗ്ലാസും മെറ്റൽസും ഒക്കെ എവിടെയാണ് പോകുന്നത്? ബ്ലൂവിൽ. റീസൈക്ലിംഗ് ആണ് മെത്തേഡ് ഓഫ് ഡിസ്കാർഡ്. സോ റെഡിൽ ട്യൂബ്, റബ്ബർ, പ്ലാസ്റ്റിക്, യെല്ലോയിൽ കണ്ടാമിനേറ്റഡ് വേസ്റ്റ്, വൈറ്റിൽ ഷാർപ്പ് നീഡിൽസ്, ബ്ലൂവിൽ ഗ്ലാസും മെറ്റൽസും. ഓക്കെ. ഇനി സ്പിൽ മാനേജ്മെൻറ്റ്. HIV-യുടെ ബ്ലഡ്, HIV പേഷ്യൻ്റെ ബ്ലഡോ യൂറിനോ ഒക്കെ സ്പിൽഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ
മോപ്പ് ചെയ്യുന്നത് 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് വെച്ചാണ് മോപ്പ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മോപ്പ് ചെയ്യും, പിന്നെ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യും, പിന്നെ മോപ്പ് ചെയ്യും. അപ്പം ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് 1%. മെർക്കുറി സ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ കാർഡ്ബോർഡ് വഴി വൈപ്പ് ചെയ്തിട്ട് വാട്ടറിൽ ഡിസ്പോസ് ചെയ്യും. ഓക്കെ. ഇൻസിനറേഷൻ നമ്മൾ ഹെവി മെറ്റൽസിന് ഡിസ്കാർഡിന് വേണ്ടി നമ്മൾ ഇൻസിനറേഷൻ ചെയ്യത്തില്ല. ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഈ സ്റ്റെപ്സ് ആലോചിച്ച് വെക്കണം. 3R ആദ്യം നമ്മൾ റെസ്പോൺസ്, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നെസ്, ഡിസാസ്റ്റർ ഇമ്പാക്റ്റ്. അപ്പോൾ ഈ റെസ്പോൺസിൻ്റെ അവിടെ വെച്ച് നമ്മൾ ട്രയാജ് ചെയ്യും. ട്രയാജിൽ അറിയാലോ, റെഡ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ബ്ലാക്ക് ആണ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഗ്രീൻ ആണ് ആംബുലേറ്ററി പേഷ്യൻസ് ആയിരിക്കും. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഹോം മിനിസ്ട്രിയുടെ താഴെയാണ് വരുന്നത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്, പ്രസിഡന്റ് ഹോം മിനിസ്റ്ററാണ്. ഇനി റാപ്പിഡ് റെസ്പോൺസ് ടീം ഏത് ലെവലിലാണ് തുടങ്ങുന്നത്? റാപ്പിഡ് റെസ്പോൺസ് ടീം ഇസ് അറ്റ് ഡിസ്ട്രിക്ട് ലെവലിലാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം ഉള്ളത്. മിറ്റിഗേഷനും പ്രിപ്പയർഡ്നെസ്സും ആണ് നമ്മൾ ഡിസാസ്റ്ററിന് മുന്നേ കരുതിയിരിക്കുന്നത്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രൂഫ് ബിൽഡിങ്സ് പണിയുക, പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ മോക്ക് ഡ്രിൽസ് ഒക്കെ നടത്തുക. ഓക്കെ. ഇനി ഇന്റർനാഷണൽ ഹെൽത്ത് ഡാനിഡ പ്രോഗ്രാം ബ്ലൈൻഡ്നെസ്സിന് വേണ്ടിയാണ്, DD എന്ന് ആലോചിക്കുക, ഡാനിഡ ബ്ലൈൻഡ്നെസ്. സിഡ പ്രോഗ്രാം TBയുടെ ഫണ്ടിങ്ങിന് വേണ്ടിയാണ്, സിഡ. സോ ഡാനിഡ ഇസ് ഫോർ ഫണ്ടിങ് ഓഫ് ബ്ലൈൻഡ്നെസ് കൺട്രോൾ, സിഡ ഇസ് ഫോർ TBയുടെ കൺട്രോൾ ഫണ്ടിങ് ആണ്. ഇനി WHO ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ്. യൂണിസെഫ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻ ഫണ്ട് എന്നാണ് ഇപ്പോൾ അതിൻ്റെ ഫുൾ ഫോം. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ ഫണ്ട്, യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻ ഫണ്ട് എന്നാണ് ഇപ്പം അതിൻ്റെ ഫുൾ ഫോം, യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻ ഫണ്ട്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. അത് എന്ത് ക്യാമ്പയിനാണ് നടത്തുന്നത്? ഗോബി FF ക്യാമ്പയിൻ. ഗോബി FFF ക്യാമ്പയിൻ നടത്തുന്നത് ആരാ? യുണിസെഫ്. എന്താണ് ഗോബി FFF ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ? G for growth monitoring, O for ORS, B for breastfeeding, I for immunization, family planning, food supplementation, female education. ഓക്കെ, ഇത്രയുമാണ് ഗോബി FFF ക്യാമ്പയിൻ. ഗ്രോത്ത് മോണിറ്ററിംഗ്, ORS, ബ്രസ്റ്റ് ഫീഡിംഗ്, ഇമ്മ്യൂണൈസേഷൻ, ഫാമിലി പ്ലാനിംഗ്, ഫുഡ് സപ്ലിമെൻറ്റ്സ്, ഫീമെയിൽ എഡ്യൂക്കേഷൻ. ഇനി WHO ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, യുനിസെഫിൻ്റെ ന്യൂയോർക്ക്, FAOയുടെ റോം, ILOയുടെ ലേബർ ഓർഗനൈസേഷൻ ജനീവ, വേൾഡ് ബാങ്കിൻ്റെ വാഷിങ്ടൺ, UNOയുടെ ന്യൂയോർക്ക്. ഓക്കെ. സോ ജനീവ വരുന്നതാണ് WHO-യും ILO-യും. ന്യൂയോർക്ക് വരുന്നത് യുണിസെഫിനും യുവിനും, 2 യുവിനും ന്യൂയോർക്കാണ് വരുന്നത്. UN ന്യൂയോർക്ക്. ഓക്കെ. FAO വരുന്നത് റോമിൽ. അതേ ഉള്ളൂ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള. വേൾഡ് ബാങ്ക് WHO വാഷിങ്ടൺ. ഓക്കെ. ഓക്കെ. ദിസ് ഈസ് എൻ ഇൻ്റർനാഷണൽ ഹെൽത്ത് രജിസ്ട്രി. ഓക്കെ. ഇൻ്റർനാഷണൽ ഹെൽത്ത് രജിസ്ട്രിയിൽ മെയിൻ ആയിട്ടുള്ള ഡിസീസസ് ഏതൊക്കെയാണ്? കോളറ, പ്ലേഗ്, യെല്ലോ ഫീവർ. ഇൻ്റർനാഷണൽ സർവൈലൻസ് ആവശ്യമുള്ള ഡിസീസസ് ഏതൊക്കെയാണ്? ലൗസ് ബോൺ ടൈഫസ്, റിലാപ്സിംഗ് ഫീവർ, പോളിയോ. ഇനി ബയോ ടെററിസം, ആദ്യം കാറ്റഗറി C ആലോചിക്കുക. നിപ്പ, ഹാൻഡ, കോവിഡ് ഒക്കെ കാറ്റഗറി Cയിൽ വരും. കാറ്റഗറി Aയിൽ നമ്മൾ ബോട്ടിലിസം, ആന്ത്രാക്സ്, പ്ലേഗ്, വൈറൽ ഹെമറാജിക് ഫീവർ, ടൊളീമിയ. ഓക്കെ. ദെൻ കാറ്റഗറി Bയിൽ ബ്രൂസെല്ലോസിസ്, ക്ലോസ്ട്രീഡിയം, ക്യൂ ഫീവർ. ഓക്കെ. ഇനി IQ വെച്ചിട്ട് ഇംബസൈൽ എന്ന് പറയുന്ന കാറ്റഗറിയുടെ IQ എത്രയാണ്? 25 to 49 ആണ് IQ. ഓക്കെ. സോ കാറ്റഗറി C നിപ്പ, ഹണ്ട വൈറസ്. കാറ്റഗറി A ബയോടെററിസം, ബോട്ടിലിസം, ആന്ത്രാക്സ്, പ്ലേഗ്, വൈറൽ ഹെമറാജിക് ഫീവർ, ടുളറീമിയ. ഇംബെയിൽ കാറ്റഗറി ഓഫ് മെന്റൽ റിട്ടാർഡേഷൻ അല്ലെ ലോ IQ എന്ന് പറയുന്നതിൻ്റെ IQ എത്രയാണ്? 25 to 49. അതൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്, ഞാനിവിടെ ഒരു പോയിന്റ് കിട്ടിയപ്പോൾ എഴുതിയെന്നേ ഉള്ളൂ. ഇനി മോഡിഫൈഡ് കുപ്സാമി ക്ലാസിഫിക്കേഷനാണ് അർബൻ ഏരിയാസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ മോഡിഫൈഡ് കുപ്സാമി ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ എടുക്കുന്നത്? എഡ്യൂക്കേഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി, occupation of the head of the family and income of the family per month. ഓക്കെ. ഇതാണ് മോഡിഫൈഡ് കുപ്സാമി ക്ലാസിഫിക്കേഷൻ. റേബിസ് ആവശ്യം, വാക്സിനേഷൻ ആവശ്യമുള്ള കാറ്റഗറീസ് ഏതൊക്കെയാണ്? ഡോഗ് ബൈറ്റ്, കാറ്റ് ബൈറ്റ്, കാറ്റിൽ ബൈറ്റ്, വൈൽഡ് ആനിമൽസ്, ബാറ്റ്സ്. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് റേബിസിൻ്റെ വാക്സിനേഷൻ അത്യാവശ്യമാണ്. വൂണ്ട് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? വാഷ് ഫോർ 10 to 15 minutes വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. പിന്നെ വാക്സിനേഷൻ കൊടുക്കുക, സിവിയർ ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കൊടുക്കുക, ആൻറ്റിബയോട്ടിക്സ്, TT ഒക്കെ കൊടുക്കുക. കാറ്റഗറി 3 കാറ്റഗറി ഉണ്ട്. കാറ്റഗറി 1, 2, 3. 1 ആണ് ലിക്കോൺ ഇൻടാക്ട് സ്കിൻ ആണ്, അതിപ്പോൾ വാഷ് ചെയ്യണം. രണ്ടാമത്തെ ആണ് സ്ക്രാച്ച്. കാറ്റഗറി 2 ഈ സ്ക്രാച്ചിങ് വിത്തൗട്ട് ബ്ലീഡിങ്.
അതാണ് കാറ്റഗറി 2 വാക്സിൻ കൊടുക്കണം. കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്ങും ഉണ്ട്, ലിക്കോൺ ബ്രോക്കൺ സ്കിൻ, മ്യൂക്കസ് മെമ്പറൈൻ, മൈൽഡ് ആനിമൽസ്. ഇപ്പം ലിക്കോൺ ബ്രോക്കൺ സ്കിന്നും മ്യൂക്കസ് മെമ്പറൈൻ ഒക്കെ കാറ്റഗറി 3 ആണ്. വാക്സിനും കൊടുക്കണം, ഇമ്യൂണോഗ്ലോബുലിനും കൊടുക്കണം. എന്ത് ടൈപ്പ് ഓഫ് വാക്സിൻ ആണ് യൂസ് ചെയ്യുന്നത്? സെൽ കൾച്ചേർഡ് വാക്സിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് 2 റെജിമുണ്ട്. SN റെജിമിനും ഉണ്ട്, അപ്ഡേറ്റഡ് തായ് റെജിമിനും ഉണ്ട്. SN റെജിമിനിൽ നമുക്ക് 0.5 ml ഇൻ ഡെൽറ്റോയിഡ് 1 സൈറ്റിലാണ് കൊടുക്കുന്നത്. 0, 3, 7, 14, 28 ഡേയ്സിലാണ് കൊടുക്കുന്നത്. SN റെജിമിനിൽ 5 വിസിറ്റ് വേണം. അപ്ഡേറ്റഡ് തായ് റെജിമിൻ 0.1 ml ഇൻട്രാഡെർമലി ഓൺ 2 സൈറ്റ്സ്, 0, 3, 7, 28. അതുകൊണ്ട് തന്നെ 4 വിസിറ്റ്സ് മതി അപ്ഡേറ്റഡ് തായ് റെജിമിൻ. പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് നമ്മൾ വെറ്റിനറിയൻസിനൊക്കെ കൊടുക്കത്തില്ലേ? സോ ഇറ്റ് ഈസ് ഗിവൺ അറ്റ് 0, 7, 21 ഓർ 28 ഡേയ്സ്. IM ഓർ ID ഏത് വേണേലും ഫോളോ ചെയ്യാം. പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് വിത്തിൻ 3 months കൊണ്ട് അടുത്ത കടിയേറ്റാൽ വാക്സിൻസ് ഒന്നും കൊടുക്കണ്ട. ആഫ്റ്റർ 3 months ആണെങ്കിൽ 2 ഡോസ് കൊടുക്കണം. 0 ഡേയിലും 3rd ഡേയിലും കൊടുക്കണം വിത്തൗട്ട് ഇമ്യൂണോഗ്ലോബുലിൻ. ഓക്കെ. ഇനി മദർ ആൻഡ് ചൈൽഡ് ഇൻഡിക്കേറ്റേഴ്സ്. സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ ഡെത്ത് ആഫ്റ്റർ 28 വീക്സ് ഓഫ് പ്രഗ്നൻസി ടിൽ ബർത്ത് എന്ന് വെച്ചാൽ 28 വീക്സ് തൊട്ട് ബർത്ത് വരെയുള്ള ഇടയിൽ കുഞ്ഞ് ഡെത്ത് ആയിപ്പോയാൽ അത് സ്റ്റിൽ ബർത്ത് ആണ്. പെരിനേറ്റൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ബർത്തും ഏർലി നിയോനേറ്റ് ഡെത്തും. സ്റ്റിൽ ബർത്ത് പ്ലസ് ഏർലി നിയോനേറ്റ് ഡെത്ത് എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ മരിച്ചുപോയാൽ അത് ഏർലി നിയോനേറ്റ് ഡെത്ത് ആണ്. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് പെരിനേറ്റൽ ഡെത്ത്. സ്റ്റിൽ ബർത്ത് പ്ലസ് ഏർലി നിയോനേറ്റ് ഡെത്ത് ആണ് പെരിനേറ്റൽ ഡെത്ത്. നിയോനേറ്റൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഡെത്ത് വിത്തിൻ 28 ഡേയ്സ് ഓഫ് ദ ബർത്ത് എന്ന് വെച്ചാൽ ഏർലി നിയോനേറ്റ് ഡെത്തും ലേറ്റ് നിയോനേറ്റ് ഡെത്തും കൂടെ ഒരുമിച്ച് ചേരുന്നതാണ് നിയോനേറ്റൽ ഡെത്ത്. 28 ദിവസം ജനിച്ചു കഴിഞ്ഞ് 28 ദിവസത്തിനുള്ളിൽ കുഞ്ഞ് മരിച്ചു പോയാൽ അത് നിയോനേറ്റൽ ഡെത്ത് ആണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി ഡെത്ത് എന്ന് പറഞ്ഞാൽ ഡെത്ത് വിത്തിൻ 1 year. കുഞ്ഞ് 1 വയസ്സിനുള്ളിൽ മരിച്ചു പോയാൽ ഇൻഫന്റ് മോർട്ടാലിറ്റി ഡെത്ത് എന്നാണ് പറയുന്നത്. സോ ഇൻഫന്റ് മോർട്ടാലിറ്റി ഡെത്ത് ഇൻക്ലൂഡ് നിയോനേറ്റ് ഡെത്ത് പ്ലസ് പോസ്റ്റ് നിയോനേറ്റ് ഡെത്ത്. ഓക്കെ. ഇനിയും ചൈൽഡ് സർവൈവൽ ഇൻഡെക്സിൽ നമ്മൾ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് ആണ് എടുക്കുന്നത്. ചൈൽഡ് സർവൈവൽ ഇൻഡെക്സിൽ എടുക്കുന്ന പാരാമീറ്റർ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് ഇസ് ടേക്കൺ ഇൻ ചൈൽഡ് സർവൈവൽ ഇൻഡെക്സ്. ചൈൽഡ് സർവൈവൽ ഇൻഡെക്സിൽ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് ആണ് എടുക്കുന്നത്. ഇനി ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇപ്പോഴത്തെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 25 ആണ്. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് ലോ ബർത്ത് വെയ്റ്റ് ആൻഡ് പ്രിമച്യൂരിറ്റി. ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ദ സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ഓഫ് അവൈലബിലിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് ഹെൽത്ത് സർവീസസ്. ഹെൽത്ത് സർവീസസ് ഒക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഏത് ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതുമല്ല ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അറിയിക്കുന്നതും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഇനി മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇറ്റ് ഈസ് ദ പ്രഗ്നൻസി ഡെത്ത് വിത്തിൻ ഡെത്ത് ആണ്. പ്രഗ്നൻസി മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് എ പ്രഗ്നന്റ് വുമൺ വിത്തിൻ 48 days ഓഫ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇറസ്പെക്റ്റീവ് ഓഫ് ഡ്യൂറേഷൻ വിച്ച് ഈസ് അഗ്രവേറ്റഡ് ബൈ പ്രഗ്നൻസി ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. എന്ന് വെച്ചാൽ ഒരു അമ്മ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് 42 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസും ആയിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻസി മാനേജ് ചെയ്തതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് മരണപ്പെട്ടു പോയാൽ അത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ്. ദ മോസ്റ്റ് കോമൺ ഡയറക്റ്റ് കോസ് ഓഫ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഈസ് പോസ്റ്റ്മോർട്ടം ഹെമറേജ് ആൻഡ് ദ മോസ്റ്റ് കോമൺ ഇൻഡയറക്റ്റ് കോസസ് അനീമിയ. എങ്ങനെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മെറ്റേണൽ ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻറ്റു 1 lakh. ഇവിടെ 1 lakh ആണ് ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഓർക്കത്തില്ല 1 lakh ആണ്. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിറ്റി മെഡിസിൻ. ഇത് കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ റാപ്പിഡ് റിവിഷൻ ആണ്. നിങ്ങൾ ഇത്രയേലും കമ്മ്യൂണിറ്റി മെഡിസിൻ പഠിക്കണം. ഓക്കെ. സോ കമ്മ്യൂണിറ്റി മെഡിസിൻ ഇവിടെ കഴിഞ്ഞു. ഓക്കെ.